بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم أما بعد وما من مولود إلا يولد على الفطرة فأبواه يهودانه أو ينصرانه أو يمجسانه قال رسول الله الكريم. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് നല്ല രക്ഷിതാവാം, അതാണ് നമ്മുടെ ഇന്നത്തെ സംസാര വിഷയം. വിവാഹം കഴിഞ്ഞാൽ ആർക്കും രക്ഷിതാവാകാം, പക്ഷേ നല്ല രക്ഷിതാവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ പലപ്പോഴും സംസാരത്തിൽ പറയാറുണ്ട്, വിഷയത്തിൽ വിവരമില്ലാതെ രണ്ട് സ്ഥാനം ഏറ്റെടുക്കാൻ കഴിയും. ഒന്ന് മന്ത്രിയാവാം, രണ്ട് രക്ഷിതാവാം. അതേ സമയത്ത് ഒരു നല്ല രക്ഷിതാവുക എന്നതിന് പഠനവും പരിശീലനവും ആവശ്യമുണ്ട്. ഒരു നല്ല മുസ്ലിം രക്ഷിതാവുന്നതിന് കൂടുതൽ പഠനവും കൂടുതൽ പരിശീലനവും ആവശ്യമുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു മനഃശാസ്ത്ര ശാഖയാണ് ഇഫക്റ്റീവ് പാരന്റിംഗ് എന്നത്. ഇവിടെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഏതുതരം മക്കളെയാണ് നിങ്ങൾക്ക് വേണ്ടത്? ആരും പറയും നല്ല ആരോഗ്യമുള്ള, നല്ല ബുദ്ധിയുള്ള, നല്ല പഠനമുള്ള, നല്ല സംസ്കാരമുള്ള മക്കളെയാണ് വേണ്ടത് എന്ന് തന്നെയാണ് ഓരോ രക്ഷിതാവും പറയുന്നത്. പക്ഷേ ഈ ഗുണങ്ങളുള്ള മക്കളുണ്ടാകുക എന്നത്, അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നത് അത്ര എളുപ്പമാണ് എന്ന് ധരിക്കേണ്ടതായിട്ടില്ല. നല്ല വിവരവും പഠനവും പരിശീലനവും ആവർത്തിച്ചുള്ള പഠനവും നല്ല രക്ഷിതാവാകുന്നതിന് ആവശ്യമുണ്ട് എന്ന വിവരമാണ് ആദ്യമായി നമുക്ക് വേണ്ടത്. നമുക്കെടുക്കാം. നല്ല രക്ഷിതാവാകുന്നതിനുള്ള വിവരം കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടാകേണ്ട വിവരമുണ്ട്, ജനിച്ചതിന് ശേഷം ഉണ്ടാകേണ്ട വിവരമുണ്ട്. ആരോഗ്യമുള്ള കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ശ്രദ്ധിക്കേണ്ടതായ ധാരാളം കാര്യങ്ങളുണ്ട്. നല്ല മാനസികാരോഗ്യമുള്ള കുട്ടികൾ ജനിക്കുന്നതിന് ഗർഭധാരണത്തിന് മുമ്പ് തന്നെ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. പ്രീനാറ്റൽ സൈക്കോളജി എന്നൊരു മനഃശാസ്ത്ര ശാഖ തന്നെയുണ്ട്. പ്രസവ പൂർവ മനഃശാസ്ത്രം എന്നാണ് ഇതിന് പറയുന്നത്. അഥവാ പ്രസവത്തിന് മുമ്പ്, പ്രസവത്തിന്റെ സമയത്തും മാതാവും കുട്ടിയും എങ്ങനെയൊക്കെ പെരുമാറുമെന്നും ആ കാലഘട്ടത്തിലുള്ള അനുഭവങ്ങൾ കുട്ടിയെയും മാതാവിനെയും എങ്ങനെയാണ് സ്വാധീനിക്കുക എന്നും വിശദീകരിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് പ്രീനാറ്റൽ സൈക്കോളജി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള പഠനം ആവശ്യമാണ് എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. ഈ 1 മണിക്കൂർ നേരം കൊണ്ടുള്ള പ്രസംഗം കൊണ്ട് നല്ല രക്ഷിതാവാകുന്നതിനുള്ള മുഴുവൻ വിവരവും കിട്ടി എന്ന ധാരണയൊന്നും ആർക്കും തന്നെ വേണ്ടതായിട്ടില്ല. അതേ സ്ഥാനത്ത് വലിയൊരു വിജ്ഞാന ശാഖ നിങ്ങളുടെ മുന്നിൽ തുറന്നു വെക്കുക എന്നതാണ് പ്രധാനമായും ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ ആരോഗ്യമുള്ള കുട്ടികളാവണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അവര് നല്ല ബുദ്ധിയുള്ളവരാവണമെങ്കിൽ എന്താണ് ആവേണ്ടത് എന്നും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നല്ല സംസ്കാരവും നല്ല സ്വഭാവവും വേണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരവും പഠനവും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇത് നോക്കുക, കുട്ടികളെ പറ്റി ധാരാളം പരാതിയുണ്ട്. കുട്ടിക്ക് പഠനത്തിൽ പിന്നോക്കമാണ്, സ്വഭാവം മോശമാണ്, അവൻ ചീത്തപ്പേരുണ്ടാക്കുന്നു, അനുസരിക്കുന്നില്ല, അക്രമിയാണ്, വസ്തുക്കൾ നശിപ്പിക്കുന്നു, എന്നോട് സ്നേഹമില്ല, മറ്റു കുട്ടിയോടാണ് കൂടുതൽ സ്നേഹമുള്ളത്. ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ തന്നെ കുട്ടിയുടെ ഭാഗത്തുനിന്ന് പോലും വരാറുണ്ട്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് നാം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. നല്ലൊരു പേരന്റ് ആകുന്നത് നമുക്ക് ഒരുപാട് വിവരങ്ങൾ ആവശ്യമുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് നല്ല സ്വഭാവമുള്ള കുട്ടിയെയാണ് വേണ്ടത് എന്ന് നമ്മൾ എല്ലാവരും പറയുന്നു. അങ്ങനെ പറയുന്ന രക്ഷിതാവ് ചിന്തിക്കേണ്ടതും അറിയേണ്ടതും കുട്ടിയുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാം അറിയാതെ എങ്ങനെയാണ് കുട്ടി നല്ല സ്വഭാവമുള്ളവനാവുക, കുട്ടി എങ്ങനെയാണ് നല്ല പെരുമാറ്റമുള്ളവനായി മാറുക എന്ന് നാം ആലോചിക്കണം. 60 ലക്ഷം ആളുകൾ ഒരാൾ ക്രൂരമായി കൊന്നൊടുക്കുക. ചരിത്രത്തെ ഞെട്ടിപ്പിച്ചിട്ടുള്ള വാർത്തയാണിത്. ഹിറ്റ്ലർ, അയാളെ എല്ലാവർക്കും അറിയാം.
എന്തുകൊണ്ട് ഹിറ്റ്ലർ ഇങ്ങനെയായി എന്ന ചോദ്യത്തിന് മനഃശാസ്ത്രജ്ഞന്മാർക്ക് ഒരൊറ്റ മറുപടി മാത്രമേ പറയാറുള്ളൂ. മൃഗങ്ങളോട് പെരുമാറുന്ന രീതിയിലായിരുന്നു ഹിറ്റ്ലറോട് തന്റെ മാതാപിതാക്കൾ പെരുമാറിയിരുന്നത്. മൃഗത്തെ വിളിക്കുന്നത് പോലെ ആയിരുന്നു തന്റെ പിതാവ് അയാളെ വിളിക്കാറുണ്ടായിരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ചുരുക്കത്തിൽ ചെറുപ്പത്തിൽ കിട്ടിയ അനുഭവങ്ങൾ ആണ് ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓരോ രക്ഷിതാവും മനസ്സിലാക്കേണ്ട, പഠിച്ചിരിക്കേണ്ട ഒരു മനഃശാസ്ത്ര ശാഖയുണ്ട്. അതിന്റെ പേരാണ് ട്രാൻസാക്ഷൻ അനാലിസിസ്, TA എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു. ഡോക്ടർ എരിക് ബേൺ ആണ് ഈ മനഃശാസ്ത്ര ശാഖയുടെ പിതാവ്. ഓരോ രക്ഷിതാവും, ഓരോ ഭാര്യയും, ഓരോ ഭർത്താവും നല്ല ബന്ധങ്ങൾ ആരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അവരൊക്കെ വായിച്ചിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതും പഠിക്കേണ്ടതുമായ മനഃശാസ്ത്ര ശാഖയാണ് TA എന്നുള്ളത്. എരിക് ബേൺ പറഞ്ഞിരിക്കുന്നത് 7 വയസ്സ് വരെ ഒരു കുട്ടിക്ക് കിട്ടുന്ന അനുഭവങ്ങൾ ആ കുട്ടിയുടെ ഭാവിയെ വളരെ പ്രധാനമായി സ്വാധീനിക്കുന്നു എന്നാണ്. 7 വയസ്സ് വരെയുള്ള കുട്ടിക്ക് കിട്ടുന്ന അനുഭവങ്ങൾ സന്തോഷകരമായ അനുഭവങ്ങളാണ് കൂടുതൽ കിട്ടിയതെങ്കിൽ കുട്ടി നല്ലവനായി തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 7 വയസ്സിലെ കിട്ടിയത് ദുഃഖകരമായ മോശപ്പെട്ട അനുഭവങ്ങളാണ് എങ്കിൽ സ്വാഭാവികമായും കുട്ടിയുടെ പെരുമാറ്റവും സ്വഭാവവും കേടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ പേരന്റിങ്ങിന്റെ പ്രാധാന്യം സൂചിപ്പിച്ചുകൊണ്ട് എരിക് ബേൺ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എവരി ചൈൽഡ് ഈസ് ബോൺ ആസ് പ്രിൻസ് ആൻഡ് പ്രിൻസസ് ബട്ട് their parents make them proud. ഓരോ കുട്ടിയും രാജകുമാരനും രാജാത്തിയുമായി ജനിക്കുന്നു, പക്ഷെ രക്ഷിതാക്കൾ കുട്ടികളെ തവളകളാക്കി തരം താഴ്ത്തുന്നു എന്ന് എരിക് ബേൺ പറഞ്ഞുവെങ്കിൽ എത്ര രക്ഷിതാവിന് അറിയാം തന്റെ കുട്ടിയെ മോശക്കാരനാക്കി മാറ്റിയത്, തവളകളാക്കി മാറ്റിയത് ഞാനായിരുന്നു, അത് ഞാൻ എങ്ങനെയാണ് ആക്കി മാറ്റിയത് എന്ന വിവരം പല രക്ഷിതാക്കൾക്കുമില്ല. ഒരു ജർമ്മൻ മനഃശാസ്ത്രജ്ഞൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഫോർ യുവർ ഓൺ ഗുഡ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. മക്കളെ, നിങ്ങളെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രക്ഷിതാക്കൾ ചെയ്യുന്നതൊക്കെ തന്നെ കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് ധരിച്ചുകൊണ്ടാണ് പലപ്പോഴും ചെയ്യുന്നത്. പലപ്പോഴും രക്ഷിതാക്കൾ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് ധരിച്ചു ചെയ്യുന്ന പല കാര്യങ്ങളും കുട്ടികൾക്ക് തിന്മയായി ഭവിക്കുകയാണ് എന്ന വിവരം പോലും പല രക്ഷിതാക്കൾക്കുമില്ല എന്ന കാര്യം ഞാൻ ഇവിടെ ഉൾത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊക്കെ തന്നെ വായിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പുസ്തകമുണ്ട്, കുട്ടികൾ എന്തു പിഴച്ചു. ഞാനിത് പറയാനുള്ള കാരണം ഈ 1 മണിക്കൂർ കൊണ്ട് എല്ലാം പഠിച്ചു കഴിയുകയില്ല. അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ വേണ്ടിയാണ് തുടക്കത്തിൽ തന്നെ പുസ്തകത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നത്. കുട്ടികൾ എന്ത് പിഴച്ചു. CT വർക്കി എന്ന് പറയുന്ന മനഃശാസ്ത്രം എഴുതിയിരിക്കുന്ന പുസ്തകമാണ് ഈ പുസ്തകം. ഈ പുസ്തകം നിങ്ങൾ ഓരോരുത്തരും വായിക്കണം. വായിച്ചാൽ മാത്രം പോരാ, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നാം നടപ്പിലാക്കുകയും വേണം. ഇവിടെ പുസ്തകം വായിക്കണം, അറിയണമെന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മനഃശാസ്ത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട സിദ്ധാന്തമാണ് നോയിങ് ഈസ് നോട്ട് ഡൂയിങ്. അറിയൽ ചെയ്യലല്ല, അറിയൽ മാത്രമാണ്. പലതും നമുക്കറിയാം, പക്ഷെ നാം അത് പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ അത് അറിയാതിരിക്കുന്നതിന് തുല്യമാണ് എന്ന വിവരവും നമുക്കുണ്ടാവും. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കുട്ടിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയുക എന്നതാണ് രക്ഷിതാവിന് ആദ്യമായി ഉണ്ടാവേണ്ട അറിവ്. ഒന്ന്, മാതാപിതാക്കൾ, വീട്ടിലുള്ള മറ്റുള്ള ആളുകൾ, അയൽവാസികൾ, അവരുടെ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ അവന്റെ അങ്ങാടി, അവന്റെ വായന, റേഡിയോ, ടെലിവിഷൻ, ഇതൊക്കെ തന്നെ കുട്ടികളെ അങ്ങേയറ്റം സ്വാധീനിക്കുന്നുണ്ട് എന്ന വിവരം നാം അറിയണം. അത് അറിഞ്ഞാൽ മാത്രം പോരാ, ഇതിന്റെ ദുസ്വാധീനങ്ങളിൽ നിന്ന് നമ്മളെ കുട്ടികളെ എങ്ങനെ രക്ഷിക്കണം എന്ന വിവരവും രക്ഷിതാവിന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അമേരിക്കയിൽ ഒരു സൈക്കോളജിസ്റ്റ് പറയുകയുണ്ട്, രക്ഷിതാവിന്റെ സ്ഥാനം ഇപ്പോൾ പിടിച്ചു പറ്റിയിരിക്കുന്നത് ടെലിവിഷനാണ് എന്നാണ്. മുമ്പൊക്കെ കുട്ടിയുടെ പെരുമാറ്റത്തെ ഏറ്റവും സ്വാധീനിച്ചിരുന്നത് മാതാപിതാക്കളായിരുന്നുവെങ്കിൽ ഇന്ന് കുട്ടിയുടെ പെരുമാറ്റത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ടെലിവിഷനാണ് എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് രക്ഷിതാവിന്റെ സ്ഥാനം ഇപ്പോൾ ടെലിവിഷൻ പിടിച്ചു പറ്റിയിരിക്കുകയാണ് എന്ന് പറയുന്നത്. ടെലിവിഷനെ കുറിച്ച് പറയുമ്പോൾ കുട്ടികളുടെ പെരുമാറ്റത്തെ മാത്രമല്ല, വലിയവരുടെ പെരുമാറ്റത്തെയും എല്ലാവരുടെയും പെരുമാറ്റത്തെ അങ്ങേയറ്റം സ്വാധീനിക്കുന്ന ഒന്നാണ് ടെലിവിഷൻ എന്ന കാര്യം ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ടിവിക്കെതിരെ 4 വാദങ്ങൾ എന്ന് മലയാളത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ചിരിക്കേണ്ടതായിരുന്നു.
ഈ പുസ്തകം വാസ്തവത്തിൽ അമേരിക്കൻ സൈക്കോളജിസ്റ്റായ ജെറി മാൻഡർ എഴുതിയിരിക്കുന്ന 4 Arguments for the Elimination of TV, TV ഇല്ലാതാക്കാൻ 4 വാദങ്ങൾ എന്ന പുസ്തകത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷയാണ് TVക്കെതിരെ 4 വാദങ്ങൾ എന്ന പുസ്തകം. ആ പുസ്തകം വായിച്ചു നോക്കിയാൽ TV എത്രമാത്രമാണ് നമ്മളെ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ TVക്കെതിരെ പറയുന്നത് പോലും ആർക്കും ഇഷ്ടമുണ്ടാവുകയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഇതുവരെ എന്റെ വീട്ടിൽ TV വാങ്ങിയിട്ടില്ല. ഈ ബുദ്ധി നിലനിൽക്കുന്നുവെങ്കിൽ TV വാങ്ങാൻ ഉദ്ദേശിക്കുന്നുമില്ല. കാരണം ഒരു മനഃശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് TV നമ്മുടെ പെരുമാറ്റത്തെ എങ്ങേയറ്റം എത്രമാത്രം സ്വാധീനിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ സ്വഭാവം കേടുവരുത്തുന്നതിൽ, നമ്മുടെ സംസ്കാരം നശിപ്പിക്കുന്നതിൽ എത്രമാത്രം കേടുവരുത്തുന്നത് എന്ന ആ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ TV വാങ്ങാതിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലൊക്കെ തന്നെ TV ഉണ്ടാകും. ഭൂരിഭാഗം ആളുകളുടെ വീട്ടിലും TV ഉണ്ട്. എന്തിനാണ് TV എന്ന് ചോദിച്ചാൽ വാർത്തകൾ അപ്പപ്പോയി അറിയാനാണ്. പക്ഷേ വാർത്തകളേക്കാൾ ഉപരി എന്തിനാണ് TV ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കണം, ആലോചിക്കണം എന്ന് മാത്രമേ ഇത്തരണത്തിൽ ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കുട്ടിയുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഓരോന്നായി നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞത് കുട്ടിയുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും സംസ്കാരത്തെയും സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ ഘടകം മാതാപിതാക്കളാണ് എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിച്ചു. മാതാപിതാക്കളിൽ മാതാവാണ് എന്ന് ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെയാണ് ഇഫക്റ്റീവ് പാരന്റിങ്ങിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ വിവരം വേണ്ടത് നമ്മുടെ സ്ത്രീകൾക്കാണ്, നമ്മുടെ അമ്മമാർക്കാണ്, നമ്മുടെ ഉമ്മമാർക്കാണ് എന്ന വിവരം നമുക്കുണ്ടാവണം. വാസ്തവത്തിൽ നമ്മുടെ ഉമ്മമാർക്ക്, നമ്മുടെ മാതാക്കൾക്ക് എത്രമാത്രം ഇതിനെക്കുറിച്ച് വിവരമുണ്ടെന്ന് ആലോചിക്കുക. വാസ്തവത്തിൽ ഈ വിവരമില്ലായ്മയാണ് കുട്ടികളുടെ വളർച്ചയെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കുക. ഇവരിനി കുട്ടികളെ എങ്ങനെയൊക്കെയാണ് മാതാപിതാക്കൾ സ്വഭാവത്തെ സ്വാധീനിക്കുന്നത് എന്ന് ഇവിടെ നോക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെയാണ് എരിക് ബേണിന്റെ സിദ്ധാന്തത്തിലേക്ക് തന്നെ ഞാൻ വരുന്നത്. എരിക് ബേൺ പറഞ്ഞു, മനുഷ്യന്മാർക്ക് എല്ലാവർക്കും തന്നെ 3 ആവശ്യങ്ങളുണ്ട്. ഒന്ന് സ്റ്റിമുലസ് ഹങ്കർ, പരസ്പരം ഉത്തേജിപ്പിക്കപ്പെടാനുള്ള മനുഷ്യന്റെ വിശപ്പ്. മറ്റൊന്ന് റെക്കഗ്നിഷൻ അംഗീകാരത്തിനുള്ള മനുഷ്യന്റെ കൊതി അഥവാ ആഗ്രഹം. മറ്റൊന്ന് ടൈം സ്ട്രക്ചറിംഗ് ഹങ്കർ, സമയം സുഖകരമായി പോയി കിട്ടുക എന്ന ആവശ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുട്ടി ജനിച്ച കുട്ടിക്ക് എങ്ങനെയാണ് സ്റ്റിമുലസ് കിട്ടുന്നത് ചോദിച്ചാൽ സ്പർശനത്തിലൂടെയാണ് പ്രധാനമായി കിട്ടുന്നത്. ഒരു ജനിച്ച കുട്ടിയെ ഏതാനും മാസം അവരെ സ്പർശിക്കുന്നില്ല എങ്കിൽ ആ കുട്ടി ജീവിക്കാൻ പോലുമുള്ള സാധ്യതയില്ല എന്ന വിവരം നമ്മളിൽ എത്ര പേർക്കറിയാം. ആ കുട്ടിക്ക് സ്പർശനം ലഭിക്കുന്നില്ല എങ്കിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആ കുട്ടി മരിച്ചു പോകുമെന്നതാണ് യാഥാർത്ഥ്യം. വാസ്തവത്തിൽ ആ കുട്ടിക്ക് ആവശ്യമുള്ള സ്റ്റിമുലസ് കിട്ടാത്തത് കൊണ്ടാണ് വരുന്നത്. ഇതുപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ചുംബിക്കുക, ആലിംഗനം ചെയ്യുക, പിടിച്ചുകൂട്ടുക, തലോടുക എന്നത് ആരോഗ്യമുള്ള കുട്ടി ഉണ്ടാകുന്നതിന് വളരെ പ്രധാനമാണ് എന്ന് എത്ര പേർക്കറിയാം. ഒരുപക്ഷെ സ്നേഹത്തിന്റെ പേരിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ കുറവ് മൂലം മാത്രം സ്വാഭാവികമായും കുട്ടിയുടെ പെരുമാറ്റം മോശമാകുമെന്ന് മാത്രമല്ല, ഭാവിയിൽ മാനസിക രോഗങ്ങൾ ഉണ്ടാവാനുള്ള കാരണം വരെ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഞാൻ ഓർക്കാം. മിക്കവാറും യതീംഖാനകൾ എടുക്കുക. യതീംഖാനകളുടെ കുട്ടികളുടെ പെരുമാറ്റത്തെ പറ്റി മിക്കവാറും എല്ലാ യതീംഖാനയിൽ നിന്നും പരാതി വരുന്നത്. എന്താണ് ഇതിനുള്ള കാരണമെന്ന് അന്വേഷിച്ചാൽ, ഈ യതീംഖാനയിലെ കുട്ടികൾക്ക് പ്രശ്നമുണ്ടാകാനുള്ള കാരണമെന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് പിതാവ് മരിച്ചു പോകുന്നത് കൊണ്ട് പിതാവിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ്. രണ്ടാമതായി പറയുന്നത്, മാതാപിതാക്കൾ സ്നേഹത്തോടുകൂടെ ജീവിക്കുന്നത് കാണാനുള്ള അവസരം പിതാവ് മരിച്ചുപോയ കാരണത്താൽ കുട്ടിക്ക് കിട്ടാതെ വരുന്നു എന്നുള്ളതാണ്. മൂന്നാമത്, കുട്ടിയുടെ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു പോയി എന്ന കുട്ടിയുടെ തോന്നൽ, എന്റെ കുട്ടിയെ നോക്കാൻ ആരുമില്ല എന്ന മാതാവിന്റെ പെരുമാറ്റം, അരക്ഷിത ബോധം ഈ കുട്ടിയിൽ ശ്രദ്ധിക്കുന്ന കാരണത്താലാണ് യതീംഖാനയിൽ പഠിക്കുന്ന കുട്ടികളിൽ പലപ്പോഴും പലരും സ്വഭാവ ദൂഷ്യവും പരാജയവും കാണുന്നത് എന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. ഇത് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണെങ്കിൽ കൂടി മനഃശാസ്ത്രപരമായ സമീപനത്തിലൂടെ യതീംഖാനയിലെ കുട്ടികളുടെ സ്വഭാവങ്ങളൊക്കെ തന്നെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് കൂടി സാന്ദർഭികമായി ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ വളരുന്ന കുട്ടിക്ക് ആവശ്യമായിരിക്കുന്ന സ്നേഹവും അംഗീകാരവും അതാത് സമയത്ത് കൊടുക്കേണ്ടതുണ്ട് എന്നതാണ് ഇഫക്റ്റീവ് പാരന്റിംഗിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. അവിടെ രക്ഷിതാക്കൾ ഒരുപക്ഷെ പറയും, അതേ ഞാൻ കൊടുക്കുന്നുണ്ട് എന്നാണ് പലരുടെയും മറുപടി. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു,
കുട്ടിക്ക് തിരിയുന്ന ഭാഷയിലാണ് അവന് സ്നേഹം കൊടുക്കേണ്ടത്. ആയിരിക്കും ഇതിൽ പറഞ്ഞിരിക്കുന്നത് അൺകണ്ടീഷണൽ ലവ് എന്നാണ്, നിരുപാധികമായ സ്നേഹം കൊടുക്കണം എന്നാണ്. പക്ഷേ ഒരാൾക്ക് സ്നേഹം ഉള്ളിലുണ്ടായാൽ പോരാ, കുട്ടിക്ക് തിരിയുന്ന ഭാഷയിൽ സ്നേഹം കൊടുക്കണമെന്ന്. പലപ്പോഴും രക്ഷിതാക്കൾ കുട്ടിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സ്നേഹം കൊടുക്കുന്നില്ല എന്നതാണ് രക്ഷിതാക്കൾക്ക് സംഭവിക്കുന്ന ഒരു തെറ്റ്. ഉദാഹരണത്തിന് ധാരാളമായി സ്പർശിക്കുക, ടച്ച് സ്ട്രോക്ക് എന്നാണ് പറയുന്നത്. ആയിരിക്കും ഇതിന് പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവ് സ്ട്രോക്ക് എന്നാണ്. ഇതിന്റെ വിപരീതമാണ് നെഗറ്റീവ് സ്ട്രോക്ക്. ഭൂരിഭാഗം രക്ഷിതാക്കളും ഇപ്പോൾ കൊടുക്കുന്നത് നെഗറ്റീവ് സ്ട്രോക്കുകളാണ്. സ്ട്രോക്ക് എന്ന ഇംഗ്ലീഷ് വാക്കിന് പരിഭാഷപ്പെടുത്തുക എന്നത് തന്നെ വളരെ പ്രയാസമുള്ള കാര്യമാണ്. സ്ട്രോക്കിന്റെ കാര്യം ഞാൻ പറയാനുള്ള കാരണം, പല രക്ഷിതാക്കളും പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുന്നതിന് പകരം നെഗറ്റീവ് സ്ട്രോക്കുകളാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഈ നെഗറ്റീവ് സ്ട്രോക്കുകൾ കുട്ടിയുടെ സ്വഭാവം കേടുവരുത്തുന്നതിനും ആരോഗ്യപരമായ വളർച്ചയെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പോസിറ്റീവ് സ്ട്രോക്ക് എന്താണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. പോസിറ്റീവ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അത് വാക്കുകൊണ്ടാകാം, ശരീരസ്പർശനം കൊണ്ടാകാം, അംഗീകാരമാകാം. ഇതൊക്കെ പോസിറ്റീവ് സ്ട്രോക്ക്. തലോടലും ചുംബിക്കലും പിടിച്ചുകൂട്ടലും ഒക്കെ തന്നെ പോസിറ്റീവ് സ്ട്രോക്കുകളാണ്. അതേ സ്ഥാനത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നിഷേധ സ്ട്രോക്കുകളാണ്, നെഗറ്റീവ് സ്ട്രോക്കുകളാണ് പലപ്പോഴും ബഹുഭൂരിഭാഗം രക്ഷിതാക്കളും ഭൂരിഭാഗം സമയത്തും കൊടുക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം. അപ്പോൾ പോസിറ്റീവ് സ്ട്രോക്ക് എന്താണ് എന്ന് നിങ്ങൾ എങ്ങനെ പഠിക്കും? ഈ വാക്ക് കേട്ടത് കൊണ്ടായില്ല. ഇവിടെയാണ് നല്ല രക്ഷിതാവ് എങ്ങനെയാകണമെന്ന് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എങ്ങനെയൊക്കെ പഠിക്കാം. പലപ്പോഴും പഠിക്കേണ്ട ക്രമത്തിൽ പഠിച്ചിട്ടില്ലെങ്കിൽ പഠിപ്പ് നടക്കുകയില്ല എന്ന വിവരവും നമുക്കുണ്ടാകും. ഒരാൾക്ക് എങ്ങനെയൊക്കെ പഠിക്കാൻ കഴിയും? ഒരാൾക്ക് കണ്ടു പഠിക്കാം, കേട്ട് പഠിക്കാം, എഴുതി പഠിക്കാം, വായിച്ചു പഠിക്കാം, ചെയ്തു പഠിക്കാം, കണ്ടീഷനിങ്ങിലൂടെ പഠിക്കാം, സ്പർശിച്ചു പഠിക്കാം, രുചിച്ചു പഠിക്കാം. ചിലപ്പോൾ നമുക്കൊരു തോന്നലൂടെ നമുക്ക് പഠിക്കാം. ഇസ്ലാമിക സിദ്ധാന്ത പ്രകാരം അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന വിവരം മൂലവും പഠിക്കാം. ഇങ്ങനെ വിവിധ രീതിയിൽ പഠിക്കാവുന്നതാണ്. ഇവിടെ ഞാനിത് പറയാനുള്ള കാരണം, ചില കാര്യങ്ങൾ ഒരു വട്ടം വായിച്ചതുകൊണ്ട് മാത്രം, കേട്ടതുകൊണ്ട് മാത്രം പഠിക്കുകയില്ല. ചില കാര്യങ്ങളൊക്കെ തന്നെ ആവർത്തിച്ച് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല. പുസ്തകം വാങ്ങാൻ കിട്ടും. ഉദാഹരണത്തിന് തലയിലേക്ക് തിരുത്താമെന്നൊരു പുസ്തകം ടിഎയുടേതായിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്ന കുട്ടികൾ എന്ത് വഹിച്ചു എന്ന പുസ്തകത്തിലും പ്രധാനമായി പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആ പുസ്തകം വാങ്ങി വായിച്ചാൽ പോലും ചില കാര്യങ്ങൾ ബോധ്യപ്പെടണമെങ്കിൽ പ്രാക്ടിക്കലായി തന്നെ പഠിക്കണം. ഉദാഹരണത്തിന് ഒരു കാര്യം നീന്തൽ പഠിക്കണമെന്ന് വിചാരിക്കുക, അത് നീന്തി തന്നെ പഠിക്കണം. ഒരാൾക്ക് സർജറി പഠിക്കണമെങ്കിൽ അത് ചെയ്തു തന്നെ പഠിക്കണം. ഇങ്ങനെ ചെയ്ത് പഠിക്കേണ്ട പലതുമുണ്ട്. ഈ പാരന്റിങ്ങും മുഴുവനും കേട്ടുകൊണ്ട് മാത്രം പഠിക്കാൻ കഴിയുമെന്ന ധാരണ നിങ്ങൾക്ക് വേണ്ട. വായിച്ചുകൊണ്ട് മാത്രം പഠിക്കാൻ കഴിയുമെന്ന ധാരണയിൽ നിങ്ങൾക്ക് വേണ്ട. റോൾ പ്ലേ എന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു പഠന സിദ്ധാന്തമുണ്ട്. ഈ പോസിറ്റീവ് സ്ട്രോക്ക് എങ്ങനെ കൊടുക്കണമെന്ന് ഞങ്ങൾ പഠിപ്പിക്കാറുള്ളത് അങ്ങനെയാണ്. അപ്പോൾ പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ നിങ്ങൾ ഓർത്താൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന രക്ഷിതാക്കൾ ചെയ്യേണ്ട കാര്യങ്ങൾ പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുക എന്നാണ്. മറ്റൊന്ന് പ്രധാനമായി ചിന്തിക്കാനുള്ളത് കുട്ടികൾക്ക് അംഗീകാരം കൊടുക്കുക. ഇതും പോസിറ്റീവ് സ്ട്രോക്ക് തന്നെയാണ്. ഉദാഹരണത്തിന് ഏത് കുട്ടിയും കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മളിപ്പോൾ എന്താണ് ചെയ്യുന്നത്? കുട്ടി ചെയ്യുന്ന തിന്മകൾ മാത്രം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. നന്മകൾ കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ ഓരോ കുട്ടിയും ഒരുപാട് നന്മ ചെയ്യുന്നുണ്ട്, പക്ഷെ തിന്മയിൽ മാത്രമാണ് നമ്മൾ ഇവിടെ കേന്ദ്രീകരിക്കുന്നത്. ഒരുതരം പ്രതിപക്ഷ മനസ്ഥിതി പോലെ തിന്മകൾ കണ്ടെത്തുക എന്നതാണല്ലോ പ്രതിപക്ഷ മനസ്ഥിതി. ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഒക്കെ തരം പെരുമാറ്റങ്ങൾ വളർന്നു വരുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയാം. ഒരിക്കൽ കുറച്ചൊരു മുതിർന്ന കുട്ടിയെ, ചെറിയ കുട്ടിയെ നോക്കാൻ വേണ്ടി മാതാവ് ഏൽപ്പിച്ച് പുറത്തു. അങ്ങനെ മാതാവ് കുട്ടിയെ നന്നായി നോക്കും. പക്ഷെ മാതാവ് ഒന്ന് നോക്കുന്ന സമയത്ത് കുട്ടി എന്താണ് ചെയ്തിരിക്കുന്നത്? ചെറിയ കുട്ടി അവൻ നോക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന കരിക്കട്ട എടുത്ത് അവൻ ചുമരിന്റെ മുകളിൽ പുഷ്പം വരച്ചു വെച്ചിരിക്കുന്നു, മൃഗങ്ങളെ വരച്ചു വെച്ചിരിക്കുന്നു, മനുഷ്യനെ വരച്ചു വെച്ചിരിക്കുന്നു. ഇത് വന്ന ഉടനെ തന്നെ മാതാവ് എന്താണ് ചെയ്യുന്നത്? കുട്ടിയെ ചീത്ത പറയുകയും അടിക്കുകയും.
നോക്കുക നിങ്ങൾ, ഇവിടെ കുട്ടി ചെയ്തൊരു വലിയ തെറ്റായിട്ടാണ് നമ്മൾ കാണുന്നത്. അതേ സ്ഥാനത്ത് ഈ ചെറിയ കുട്ടിയെ ഇതുവരെ നോക്കി എന്നത് ഈ കുട്ടി ചെയ്ത ഒരു നന്മയാണ്. ആ നന്മ അവിടെ കാണാതെ പോയി. മറ്റൊന്ന്, ചുമര് കുട്ടി വൃത്തികേടാക്കി എന്നത് സത്യമാണ്. പക്ഷേ ആ കുട്ടിയുടെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റി, അവന്റെ സൃഷ്ടിപരത അവൻ ചുമരിന്റെ മുകളിൽ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ചുമര് ഏതായാലും കേടുകൊണ്ടുപോയി. ഇനി ആ കുട്ടിയെ അടിച്ചതുകൊണ്ടും ചീത്ത പറഞ്ഞതുകൊണ്ടും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതേ സ്ഥാനത്ത് മോനെ, നീ പൂ വരച്ചത് വളരെ നന്നായിരിക്കും, നീ മൃഗത്തെ വരച്ചത് നന്നായിരിക്കും, നീ പക്ഷിയെ വരച്ചത് നന്നായിരിക്കും. പക്ഷെ മോനെ, വരയ്ക്കേണ്ട സ്ഥലം ചുമരല്ല, കടലാസിലാണ് വരയ്ക്കേണ്ടത്. മോൻ ഇനി അങ്ങനെ ചെയ്തു കേട്ടോ. സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി അംഗീകാരം കൊടുത്താണ് പറയുന്നതെങ്കിൽ ആ കുട്ടി നന്നാകും. അതേ സ്ഥാനത്ത് ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഒന്ന്, ചെറിയ കുട്ടിയെ നോക്കുക എന്ന നന്മക്ക് ഒരംഗീകാരമുണ്ട്. അറിയാതെയാണെങ്കിലും ഒരു പൂ അവിടെ വരച്ചു വെച്ചു, കുട്ടിയുടെ കഴിവാണ് അവിടെ പ്രകടമായി കാണുന്നത്, അതിനും കുട്ടിക്ക് അംഗീകാരം കിട്ടി. ഇത് ഒരൊറ്റപ്പെട്ട സംഭവമായി നിങ്ങൾ കാണേണ്ടതായിട്ടില്ല. ഇതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന കാര്യം, ഒരു ഇസ്ലാമികമായ പേരന്റിങ്ങിലേക്ക് വരുമ്പോൾ വളരെ ഇതുവരെ ഞാൻ പറഞ്ഞത് പൊതുവായ പേരന്റിങ്ങിനെ കുറിച്ചാണ്. ഇസ്ലാമികമായ പേരന്റിങ് ആണ് എങ്കിൽ അവിടെയും നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധത്തില് അങ്ങേയറ്റം സ്നേഹത്തോടുകൂടി നമ്മൾ ജീവിക്കുന്നത് കാണുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആളുകൾ കാര്യങ്ങൾ കണ്ടു പഠിക്കുന്നത് എങ്ങനെയാണ്? മോഡലിങ്ങിലൂടെയാണ്. മാതാപിതാക്കൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് കുട്ടികളും കണ്ടു പഠിക്കുന്നത്. ബിഹേവിയർ ഈസ് കോപ്പി, പെരുമാറ്റം പകർത്തപ്പെടുകയാണ്, മറ്റുള്ളവരിൽ അനുകരിക്കുകയാണ് എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഇനി നമ്മുടെ കുട്ടി ഇസ്ലാമികമായ രീതിയിൽ വളർന്നു വരേണ്ടതിന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന് അബൂബക്കർ ഷെർവാനിയുടെ പുസ്തകം പൂങ്കാവനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകം നിങ്ങൾ വാങ്ങി വായിക്കേണ്ടതാണ്. ഉദാഹരണത്തിന്, കുട്ടിക്ക് പേരിടുന്ന സ്ഥലത്ത് കുട്ടിക്ക് പേരിടുന്നത് നല്ല ആരിഫ്യങ്ങളുടെയും നല്ലവരുടെയും പേരിട്ട് കൊടുക്കുന്നത് ഭാവിയിൽ കുട്ടിയെ വളർച്ചയെ വളരെയധികം മനഃശാസ്ത്രപരമായി സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് എന്ന് മനസ്സിലാക്കുക. ഇതുപോലെ തന്നെ പേരിന്റെ പിന്നിൽ പരിഷ്കാരം നോക്കി പോകുന്ന പലരുമുണ്ട്. പേര് മുസ്ലിമാണെന്ന് പോലും തിരിച്ചറിയാൻ മടിയുള്ള പേരിട്ടിരിക്കുന്ന പല ആളുകളുമുണ്ട് എന്ന് കാണും. അതുകൊണ്ട് പേരിടുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പ്രത്യേകമായിട്ടൊന്നും, പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ പേരിന്റെ കൂടെ അബ്ദു എന്ന് ചോദിച്ചുകൊണ്ട പേര് ഏറ്റവും നല്ല പേര്, അബ്ദുള്ള എന്ന പേര് ഏറ്റവും നല്ലതാണ്. ഇങ്ങനെ അതുപോലെ തന്നെ അംബിയാ മുർസലുകളുടെ പേരുകൾ വളരെ നല്ലതാണ്. പക്ഷെ അതൊന്നും പരിഷ്കാരം പോരാ എന്നുള്ള ചിന്താഗതി പലർക്കുമുണ്ട് എന്നുള്ളതാണ് സത്യം. പേരിടുന്ന കാര്യത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും കർമ്മത്തിലും ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്ന് വ്യക്തമായി നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇഫക്റ്റീവ് പാരന്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ നഴ്സറിയിലേക്ക് നാം അയക്കുന്നു. നഴ്സറിയിലേക്ക് അയക്കുമ്പോൾ ഇതിനു മുമ്പ് മുസ്ലിങ്ങളുടെ മാനേജ്മെന്റിലുള്ള ഇസ്ലാമിക് നഴ്സറി സ്കൂളുകൾ വളരെ കുറവായിരുന്നു. മറ്റ് സമുദായത്തിന്റെ നഴ്സറിയിൽ നമ്മുടെ സംസ്കാരത്തിനെതിരെ പുച്ഛഭാവം വളർത്തുകയും ഇസ്ലാമികമായ ആചാരങ്ങൾ തീരെ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ വരെ നഴ്സറിയിൽ ഉണ്ടായിരുന്നു എന്നതൊരു സത്യമാണ്. ഇപ്പോഴും എത്രയോ രക്ഷിതാക്കൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, മുസ്ലിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് നഴ്സറി സ്കൂളുകളിലേക്ക് അയക്കുന്നുണ്ട്. വാസ്തവത്തിൽ തന്റെ കുട്ടിയുടെ സംസ്കാരം നശിച്ചാലും തിരക്കടില്ല, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയാൽ മാത്രം മതി എന്ന് ചിന്തിക്കുന്നത് ഒരു പരലോക വിജയത്തിൽ ചിന്തിക്കുന്ന ഒരു മുസൽമാനും ഒരിക്കലും യോജിച്ചതല്ല എന്ന് നിങ്ങളോട് വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന അവരുടെ കീഴിലുള്ള ഇസ്ലാമിക് നഴ്സറി സ്കൂളിലേക്കാണ് നാം അയക്കേണ്ടതായിട്ടുള്ളത്. അവിടെ മുസ്ലിം ടീച്ചർമാരും ഇസ്ലാമിക സംസ്കാരം കൂടി പഠിപ്പിക്കുന്ന സ്ഥലമാണ് എന്നുകൂടി ഉറപ്പുവരുത്തുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നഴ്സറി വിദ്യാഭ്യാസത്തിൽ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികൾക്ക് LKG-യിലും UKG-യിലും എഴുത്ത് പഠിപ്പിച്ചുകൂടാ എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. പക്ഷേ പലപ്പോഴും അത് പഠിപ്പിക്കുന്നുണ്ട് എന്നത് മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾക്കെതിരാണ്. പക്ഷേ ഒരു സ്കൂൾ പഠിപ്പിക്കുമ്പോൾ മറ്റേ സ്കൂൾ അത് പഠിപ്പിക്കാതിരുന്നാൽ തങ്ങൾ മോശക്കാരായി ചിത്രീകരിക്കുമോ എന്ന ഭയത്താലാണ് ഇങ്ങനെ ചെയ്യുന്നത്. വാസ്തവത്തിൽ അവിടെ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന ഒരു സിദ്ധാന്തം കൂടി നടക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി മുസ്ലിം മാനേജ്മെന്റ് നഴ്സറി ആയാൽ മാത്രം പോരാ, ആ നഴ്സറി കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിക സംസ്കാരത്തിന്റെ ശകലങ്ങൾ ഇവിടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുകൂടി നാം ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നാം ഏത് കലാലയത്തിലേക്ക് അയക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. ഇസ്ലാമിക സംസ്കാരത്തെ പുച്ഛിക്കുന്ന മാനേജ്മെന്റിന്റെ കീഴിലോ
ടീച്ചർമാരുള്ള സ്ഥാപനത്തിലേക്കാണ് നിങ്ങൾ അയക്കുന്നതെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ സംസ്കാരം പ്രത്യേകമായും പ്രതികൂലമായി ബാധിക്കും എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ വിദ്യാലയം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും ഇഫക്റ്റീവ് പാരന്റിംഗിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്നുണ്ട് എന്നിവിടെ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തിനാണ് നിങ്ങൾ കുട്ടികളെ പോറ്റുന്നത് എന്ന്? വാസ്തവത്തിൽ നാം കുട്ടികളെ പോറ്റുന്നത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. വിശുദ്ധ ഖുർആൻ പോലും ഇക്കാര്യം പറയുന്നുണ്ട്. റബ്ബനാ ഹബ്നാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ എന്നാണ് പറയുന്നത്. ഭാര്യമാരിൽ, ഭർത്താക്കന്മാരിൽ, സന്താനങ്ങളിൽ പരമാനന്ദം നൽകണമേ എന്നാണ് പ്രാർത്ഥിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കുട്ടികൾ എന്തിന് എന്ന് നമ്മൾ ആലോചിക്കുന്നു. എങ്ങനെയൊക്കെയാണ് നമ്മുടെ കുട്ടികൾ നമുക്ക് സന്തോഷം നൽകുന്നത്? അതും നമ്മൾ അറിയേണ്ടതാണ്. കുട്ടിയുടെ ഓരോ വിജയവും നമുക്ക് സന്തോഷമാണ്. അവന്റെ നല്ല സ്വഭാവം നമുക്ക് സന്തോഷമാണ്. അവന്റെ നല്ല സന്തോഷത്തിന് മറ്റുള്ളവർ തരുന്ന അംഗീകാരം നമുക്ക് സന്തോഷമാണ്. നമുക്ക് വാർദ്ധക്യമാകുമ്പോൾ അവർ നമ്മളെ സംരക്ഷിക്കുക എന്നത് നമുക്ക് സന്തോഷമാണ്. നമ്മുടെ മക്കൾ നമുക്ക് സ്നേഹവും ബഹുമാനവും തരുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഇങ്ങനെ വിവിധങ്ങളായ രീതിയിലാണ് മക്കൾ നമുക്ക് സന്തോഷം നൽകുന്നത്. പക്ഷെ സന്തോഷം നൽകുന്ന മക്കൾ വേണം എന്നുണ്ടെങ്കിൽ ഇഫക്റ്റീവ് പാരന്റിങ്ങിലൂടെ സന്തോഷം നമുക്ക് തരത്തക്ക വിധത്തിലുള്ള മക്കളെ വളർത്തിയെടുക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് നാം മനസ്സിലാക്കണം. കുട്ടികളെ നാം പഴിച്ചിട്ട് കാര്യമില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കുട്ടി എന്താണോ ആയത് അതാക്കി തീർക്കുന്നത് രക്ഷിതാക്കളാണ് എന്ന് പ്രവാചകർ പറഞ്ഞില്ലേ? വമാ മിൻ മൗലൂദിൻ ലാ യൂലദു വലൽ ഫിത്ര. ഓരോ കുട്ടിയും ശുദ്ധപ്രകൃതിയോട് ജനിക്കുന്നു. എന്നിട്ട് അവന്റെ രക്ഷിതാക്കൾ അവനെ ജൂതനോ ക്രിസ്ത്യാനിയോ മജൂസിയാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവൻ ആരായിത്തീരുന്നോ അവനെ അതാക്കി മാറ്റിയത് മാതാവും പിതാവുമാണ് എങ്കിൽ ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിങ്ങൾ ഒരാൾക്കും തന്നെ സാധ്യമല്ല എന്ന് ഓർക്കുക. നിങ്ങളെ കുട്ടി എന്തായി എന്നതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് എന്നാണ് പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെങ്കിൽ ഇതിന് തന്നെ തുല്യമായ വാചകമാണ് ഡോക്ടർ എരിക് ബേൺ പറഞ്ഞിരിക്കുന്നത്. എരിക് ബേൺ എന്താണ് പറഞ്ഞത്? എവരി ചൈൽഡ് ഈസ് ബോൺ ആസ് പ്രിൻസ് ആൻഡ് പ്രിൻസസ്. ഓരോ കുട്ടിയും രാജകുമാരനും രാജാത്തിയുമായി ജനിക്കുന്നു. എന്നിട്ട് രക്ഷിതാക്കൾ അവരെ തവണകളാക്കി തരം താഴ്ത്തുന്നു എന്ന് പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കുട്ടി എന്തായി തീർന്നുവോ അതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് എന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാവണമെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടിയെ നമ്മൾ എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്? ഇതോടൊപ്പം തന്നെ കുട്ടികളെ പ്രധാനമായി പഠിപ്പിക്കേണ്ടതാണ് മാതൃപിതൃ ബാധ്യതകൾ. നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മുടെ കുട്ടികൾ അങ്ങനെ പെരുമാ. പക്ഷേ ഒരു ചോദ്യം ഉയരുന്നു, മാതൃപിതൃ ബാധ്യതകൾ കുട്ടികളെ ആര് പഠിപ്പിക്കും? ഒരു മാതാവിന്, ഒരു പിതാവിന് ഒരു പക്ഷേ നീ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറണമെന്ന് പഠിപ്പിക്കാൻ ഒരു പക്ഷേ പ്രയാസം തോന്നിയേക്കാം. ഇതാര് പഠിപ്പിക്കുമെന്നത് ഒരു വലിയ പ്രശ്നമാണ്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇത് തന്നെയാണ്. മാതാപിതാക്കളോടുള്ള കടമകൾ മക്കൾ നിർവഹിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ ഇഫക്റ്റീവ് പാരന്റിംഗിന്റെ ഭാഗമെന്ന നിലക്ക് മാതൃപിതൃ ബാധ്യതകൾ എന്റെ മകൻ നന്നായി അറിഞ്ഞിരിക്കണം, അതവനെ പഠിപ്പിച്ചിരിക്കണം, അതെങ്ങനെയൊക്കെ പഠിപ്പിച്ചിരിക്കണം എന്നുള്ള വിവരം രക്ഷിതാവിനുണ്ടാവണം. അല്ലെങ്കിൽ ദുഃഖം തരുന്ന മക്കൾ നമുക്കുണ്ടാവും. ഇന്ന് നിങ്ങൾ നോക്കുക, യൂറോപ്യൻ രാജ്യങ്ങളിൽ സ്റ്റുഡൻസ് ഹോസ്റ്റലിനേക്കാൾ യൂത്ത് ഹോസ്റ്റലിനേക്കാൾ കൂടുതൽ ഓൾഡ് ഏജ് ഹോസ്റ്റലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് യൂറോപ്യൻ നാടുകളിൽ ഓൾഡ് ഏജ് ഹോസ്റ്റലുകൾ വരുന്നു? മാതാപിതാക്കളോടുള്ള കടമ നിർവഹിക്കുന്നതിൽ മക്കൾ പരാജയപ്പെടുന്ന കാരണത്താലാണ് ഓൾഡ് ഏജ് ഹോസ്റ്റലുകൾ വരുന്നത്. അതേ സംസ്കാരം ഇതാ ഇപ്പോൾ കേരളത്തിലും വന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും മാതൃഭൂമിയിലും മനോരമയിലൊക്കെ സുഖമായി ജീവിക്കാനുള്ള ഓൾഡ് ഏജ് ഹോമുകളുണ്ട് എന്ന് പരസ്യം ചെയ്യുന്ന ഒരവസ്ഥ വരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ മാതൃപിതൃ ബാധ്യതകൾ എന്റെ കുട്ടി അറിഞ്ഞിരിക്കണം, അവനത് പഠിച്ചിരിക്കണം എന്ന ബോധം രക്ഷിതാവിനുണ്ടാകണം എന്നാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇതാര് പഠിപ്പിക്കും? വാസ്തവത്തിൽ മാതൃപിതൃ ബാധ്യതകൾ വളരെ വിശദമായി തന്നെ ഒന്ന് നമ്മുടെ മദ്രസയിൽ നിന്നാണ് വെച്ച് പഠിപ്പിക്കേണ്ടത്. പക്ഷെ നമ്മുടെ മദ്രസയിൽ അതിന് ഉള്ള ഭാഗങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടാണ്. അതോടൊപ്പം തന്നെ മാതൃപിതൃ ബാധ്യതകൾ എന്നൊരു പുസ്തകം കസൻ പബ്ലിഷിംഗ് ഹൗസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകം വാങ്ങി വായിക്കുന്നത് നന്നായിരിക്കുമെന്ന് മാത്രമല്ല, ഓരോ രക്ഷിതാവും ആ പുസ്തകത്തിന്റെ ഒരു കോപ്പി നമ്മളെ കുട്ടിക്ക് വാങ്ങിക്കൊടുക്കുന്നതും നന്നായിരിക്കും. ഇതുപോലെ തന്നെ പുസ്തകങ്ങൾ വാങ്ങി നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്.
ഇതുപോലെ തന്നെ ഇവിടെ നല്ല രക്ഷിതാവ് എങ്ങനെയാവാം എന്നതോടൊപ്പം തന്നെ മാതൃത്വത്തിന് ബാധ്യതകളുള്ള കസറ്റുകൾ ലഭ്യമാകുകയാണെങ്കിൽ അതും വാങ്ങി വായിക്കാൻ കൊടുക്കുന്നത് നന്നായി. പക്ഷേ കുട്ടികളെ കുറച്ചുകൂടി ഉയർന്നതിന് ശേഷവും ഈ വിഷയങ്ങൾ പഠിപ്പിക്കാവുന്നതാണ്. വാസ്തവത്തിൽ രക്ഷിതാക്കള് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നമ്മുടെ കുട്ടി എങ്ങനെയായിത്തീരുന്നു എന്ന് അന്തിമമായി തീരുമാനിക്കുന്നത് രക്ഷിതാക്കൾ തന്നെയാണ് എന്ന ബോധം നമ്മളിലുണ്ടാവുകയും ഇനി എന്തൊക്കെ പെരുമാറ്റം എന്റെ ഭാഗത്ത് മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. പക്ഷെ ഇപ്പോഴുള്ള എന്റെ പെരുമാറ്റം എങ്ങനെയാണ്? ഇവിടെയാണ് കുട്ടികളെ പ്രചോദിപ്പിക്കാൻ നമ്മൾ അറിയേണ്ടത്. നമുക്ക് മക്കള് അതോടൊപ്പം തന്നെ എന്തിനാണ് എന്നുള്ളതിന് ഏറ്റവും വലിയൊരു മറുപടി നമ്മൾ പറയാവുന്നതാണ്, ഈ ലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന മക്കളെന്നാണ് നമ്മൾ പറയാറ്. എന്റെ മകൻ പരലോകത്ത് ഉപകരിക്കുന്ന മകനാകണമെന്ന് കരുതിയത് കൊണ്ട് മാത്രം പരലോകത്ത് ഉപകരിക്കുന്ന മകനാകുമായില്ല. പരലോകത്ത് ഉപകരിക്കുന്ന മകളും ആവുകയില്ല. പരലോകത്ത് ഉപകരിക്കുന്നത് ആരൊക്കെയാണ്? ഹദീസിൽ വ്യക്തമായി പറഞ്ഞു, ഇദാ മാത്തൽ ഇൻസാനു ഇൻഖതഅ അമലു ഇല്ലാ മിൻ സലാസ് സദഖത്തുൻ ജാരിയത്തുൻ ഔ ഇൽമുൻ യുൻതഫഉ ബിഹി ഔ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാളെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ അയാളെ സർവ്വകാര്യങ്ങളും മുറിഞ്ഞുപോയി, മൂന്നെണ്ണം ഒഴികെ. ഒന്ന് ജാരിയായ സദഖ, വഖഫ് മുതലായവ. പക്ഷെ നമ്മളിൽ എത്ര പേര് പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്തിട്ടുണ്ടോ, എനിക്കതുണ്ടോ എന്ന് പരിശോധിക്കും. അതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഇൽമ്, ആ ഇനവും എനിക്കുണ്ടോ എന്ന് ഓരോ രക്ഷിതാവും പരിശോധിക്കുന്നു. പിന്നെ എന്താണുള്ളത്? മൂന്നാമത് ഇവിടെ പറയുന്നത് എന്താണ്? ഇഫക്റ്റീവ് പാരന്റിന്റെ സൂചിപ്പിക്കുന്നത് ഒരു വലുതുണ്ടായാൽ പോരാ, ഒരു കുട്ടി ഉണ്ടായാൽ പോരാ, വലതും സാലിഹുൻ, സാലിഹായ കുട്ടിയാവണം, നല്ല കുട്ടിയാവണം, ഇബാദത്ത് ചെയ്യുന്ന കുട്ടിയാവണം. പിന്നെയോ യദഊലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുട്ടിയും ആവണം. അപ്പൊ രണ്ട് കണ്ടീഷനുള്ള കുട്ടി ഉണ്ടായെങ്കിലേ പരലോകത്ത് ഉപകരിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കും. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ എന്റെ ബാധ്യതയാണ് എന്ന ബോധമുള്ള കുട്ടി ഉണ്ടായി വളരണം. എഫക്റ്റീവ് പാരന്റിങ്ങിന്റെ ഭാഗമെന്ന നിലക്ക് കുട്ടിക്ക് ഇസ്ലാമിക വ്യക്തിത്വ വികസനം കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. മാതൃപിതാവ് ബാധ്യതകൾ അവർ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? അവർക്കും പ്രത്യേകമായ പരിശീലനം ആവശ്യമായി വരും. വായനയുടെ മാത്രം പോലുള്ള നേരിട്ടുള്ള ക്ലാസുകളും അവർക്ക് ആവശ്യമായി വരും. അപ്പോൾ കുട്ടികളെ നല്ലവരാക്കി മാതാപിതാക്കൾക്ക് പരലോകത്ത് ഉപകരിക്കുന്നവരാക്കി മാറണമെന്നുണ്ടെങ്കിൽ കുട്ടികളെ പരിശീലിപ്പിക്കുക എന്നതും ഇഫക്റ്റീവ് പാരന്റിങ്ങിന്റെ നല്ല രക്ഷിതാവാകുന്നതിന്റെ ഭാഗമാണ് എന്ന വിവരവും നമുക്കുണ്ടാവണം എന്നാണ് ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾ കരുതിയിരിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ കുട്ടിയുടെ പഠനത്തിൽ മെച്ചപ്പെടണം നമുക്ക് ഏറ്റവും നല്ല ആഗ്രഹമുള്ള കാര്യമാണ്. അവിടെ എന്തൊക്കെയാണ് നമ്മുടെ ഉത്തരവാദിത്വം? പഠനത്തിന്റെ കാര്യം പറയുമ്പോൾ പഠനത്തെ സ്വാധീനിക്കുന്ന മുഴുവൻ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അറിയണം. പഠനത്തെ സ്വാധീനിക്കുന്ന ആരൊക്കെയാണ്? ഒന്ന്, കുട്ടി. 2, അധ്യാപകൻ. 3, രക്ഷിതാവ്. 4, മാനേജ്മെന്റ്. 5, സർക്കാർ. 6, സമുദായം. 7, സമൂഹം. ഈ 7 കൂട്ടരും വിദ്യാഭ്യാസത്തെ സ്വാധീനിക്കുന്നവരാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തെ സ്വാധീനിക്കുന്നവരും രക്ഷിതാക്കൾ തന്നെയാണ്. പലപ്പോഴും രക്ഷിതാക്കൾ ഇത് മനസ്സിലാക്കിയിട്ടില്ല. തന്റെ കുട്ടിയെ ഏത് സ്കൂളിൽ ചേർക്കണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? രക്ഷിതാവാണ്, മറ്റാരുമല്ല. പക്ഷേ ഓരോരുത്തരും നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം അവർ നിർവഹിക്കുന്നില്ല എങ്കിൽ നിർവാഹമില്ല. സമയത്തിന് പാഠപുസ്തകം കൊടുക്കുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഒരു സർക്കാരും സമയത്തിന് അത് നിർവഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കസറ്റ് ഇറക്കിയിരിക്കുന്ന ഹിദായ പോലും 2 പബ്ലിക് സ്കൂളുകൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നടത്തുന്നുണ്ട്. ഇസ്ലാമിക സംസ്കാരത്തിന് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഹിദായ പബ്ലിക് സ്കൂൾ നടക്കുന്നത് എന്നുകൂടി സാന്ദർഭികമായി ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നു. ഇവിടെ രക്ഷിതാക്കൾ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതായിരുന്നു. ഏത് സ്കൂളിൽ ചേർക്കണം, ഏത് മദ്രസയിൽ ചേർക്കണം എന്നുള്ളത് രക്ഷിതാവ് തന്നെയാണ് തീരുമാനിക്കുന്നത്. ഇനി കുട്ടികളുമായി ബന്ധപ്പെട്ട പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? 1, കുട്ടിയുടെ പഠന താല്പര്യം. 2, കുട്ടിയുടെ ബുദ്ധി. 3, കുട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ. 4, മറ്റുള്ള ഘടകങ്ങൾ. ഇവ 4 പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും ചില രക്ഷിതാക്കൾ എന്താണ് ചെയ്യുക? കുട്ടികൾക്കെങ്ങാനും മാർക്ക് കുറഞ്ഞു പോയാൽ
അതിന് സ്ഥാപനത്തെയും അധ്യാപകരെയും അടച്ചാക്ഷേപിക്കുന്ന പ്രകൃതം ഒരു നല്ല രക്ഷിതാവിന് യോജിച്ചതല്ല. എന്റെ കുട്ടിക്ക് മാർക്ക് കുറയാനുള്ള കാരണം എന്താണ്, പഠന പിന്നോക്കാവസ്ഥക്കുള്ള കാരണം എന്താണ് എന്ന് പഠിക്കാതെ ആരോപണം ഉന്നയിക്കുന്നത് നല്ല രക്ഷിതാവിന്റെ ലക്ഷണമല്ല. എന്റെ കുട്ടിക്ക് പഠന താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണോ, എന്റെ കുട്ടിക്ക് ബുദ്ധി കുറഞ്ഞത് കൊണ്ടാണോ, എന്റെ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണോ, മറ്റെന്തെങ്കിലും ഘടകങ്ങളാണോ എന്ന് മനസ്സിലാക്കി പഠിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഇവിടെയാണ് ഇഫക്റ്റീവ് പാരന്റിംഗിന്റെ ഭാഗം എന്ന നിലക്ക്, നല്ല രക്ഷിതാവാകുന്നതിന്റെ ഭാഗം എന്ന നിലക്ക് നമ്മുടെ കുട്ടിക്ക് പഠന പിന്നോക്കാവസ്ഥയുണ്ടെങ്കിൽ അതിന് മനഃശാസ്ത്രപരന്മാരെ കാണിച്ച് അത് എന്തുകൊണ്ട് പിന്നോക്കാവസ്ഥയായി എന്ന് നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയാണ് ഒരു കാര്യം കൂടി ഞാൻ ഓർത്താൻ ആഗ്രഹിക്കുന്നത്. മതവിദ്യാഭ്യാസത്തോടുള്ള സമീപനവും കൂട്ടത്തിൽ ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഏതായാലും ഈ 4 കാര്യങ്ങളിൽ ഏത് എന്ന്, മറ്റൊന്ന് നല്ല രക്ഷിതാവാകുന്നതിന്റെ ഭാഗമായി എന്റെ മകന് നല്ല മതവിദ്യാഭ്യാസം വേണമെന്ന ചിന്ത ഓരോ രക്ഷിതാവിനും ഉണ്ടാവണം. മക്കള് സാലിഹ്യങ്ങളായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാവണം എന്ന നിർബന്ധ ബുദ്ധി നിങ്ങൾക്കുണ്ട് എങ്കിൽ എന്റെ മകന് നല്ല മതവിദ്യാഭ്യാസം വേണം എന്ന ബോധം ഓരോ രക്ഷിതാവിനും ഉണ്ടാവണം. വാസ്തവത്തിൽ ചില രക്ഷിതാക്കളുടെ സ്ഥിതി എന്താണ്? ഇവിടെ തന്നെ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കൂ. മദ്രസയിലേക്ക് എത്ര മണിക്കൂറാണ് നമ്മുടെ കുട്ടികൾ പഠിക്കാൻ പോകുന്നത്? സ്കൂളിലേക്ക് എത്ര മണിക്കൂറാണ് പോകുന്നത്? മദ്രസ പഠനം 1 മണിക്കൂറോ 1.5 മണിക്കൂറോ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസം ലഭിക്കുന്നത് 5 or 6 മണിക്കൂർ ലഭിക്കുന്നുണ്ട് എന്ന വിവരം നമുക്ക് വേണം. സാഹചര്യം അങ്ങനെ പോയി എന്നത് സത്യമാണ്. എന്തിനാണ് ഇൽമ് ഇബാദത്ത് ചെയ്യാനാണ്. ഇബാദത്ത് എന്തിനാണ്? ജന്നത്ത് അഥവാ സ്വർഗം ലഭിക്കാനാണ്. ഭൗതിക വിദ്യാഭ്യാസം എന്തിനാണ്? ഇതും നാം താരതമ്യം ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ഭൗതിക വിദ്യാഭ്യാസം പ്രധാനമായും ഈ ലോകത്തെ ജീവിതം സുഖകരമാക്കാം. ഇത് പറയാനുള്ള കാരണം മതവിദ്യാഭ്യാസത്തോട് പല രക്ഷിതാക്കൾക്കും നിഷേധാത്മകമായ ദോഷാത്മകമായ മനോഭാവമാണുള്ളത് എന്നത് ഒരു സത്യമാണ്. വാസ്തവത്തിൽ ഒരു ഇസ്ലാമിക് പാരന്റിംഗ് എന്ന നിലയ്ക്ക് മതവിദ്യാഭ്യാസത്തോടുള്ള നിങ്ങൾ ഓരോരുത്തരുടെയും സമീപനം എന്താണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. വാസ്തവത്തിൽ കുട്ടികൾക്കും അതേ രീതിയിലുള്ള മതപഠനത്തോടും മദ്രസയോടും നിഷേധ മനോഭാവം വളർന്നു വരുന്നതിൽ രക്ഷിതാക്കൾക്ക് നല്ലൊരു പങ്കുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക. കേരളത്തിൽ തന്നെ വിദ്യാഭ്യാസം നിങ്ങൾ നോക്കുക. സ്കൂൾ 10ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് മദ്രസയിൽ പോയി കൂടാ എന്ന ചിന്താഗതി നിലനിൽക്കുന്നുണ്ട്. കാരണം എന്താണ്? SSLCക്ക് മാർക്ക് കുറഞ്ഞു പോകുമെന്നാണ് കാരണം. അപ്പം SSLCക്ക് മാർക്ക് കൂട്ടാൻ വേണ്ടി മദ്രസാ വിദ്യാഭ്യാസം നിർത്തുന്ന സംസ്കാരം ഒരു മുസൽമാന് ഒരിക്കലും തന്നെ യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കുക. രക്ഷിതാക്കൾ ചിന്തിക്കേണ്ടതാണ്. ഏതുതരം മക്കളെയാണ് വേണ്ടത് എന്ന ചോദിച്ച ഒരു മറുപടി എന്തായിരിക്കണം? ഇബാദത്തുള്ള മക്കളുണ്ടാവണം. ഇബാദത്തുള്ള മക്കളുണ്ടാകുക എന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇബാദത്തുള്ള മക്കളുണ്ടാവണമെങ്കിൽ മാതാപിതാക്കൾ ഇബാദത്തുള്ളവരാവണം. ഇബാദത്തും പകർത്തപ്പെടുകയാണ്. ഇബാദത്തുള്ള മകൻ എന്തുകൊണ്ടാവണം? നമുക്ക് ഇവിടെയാണ് മനുഷ്യന്റെ അടിസ്ഥാനപരമായി നമ്മുടെ ആവശ്യം എന്താണ് എന്ന ചിന്ത. എന്തിന് ഇബാദത്തുള്ളവരാവണം? അതിനുള്ള മറുപടി ഇതാണ്. മനുഷ്യന്മാരോട് എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന് ചോദിച്ചാൽ പണം, ആരോഗ്യം, പ്രശസ്തി എന്നൊക്കെ ആളുകൾ പറയാറ്. വാസ്തവത്തിൽ അതൊക്കെ എന്തിനാണ്? സുഖത്തിനാണ്. ഇംഗ്ലീഷിൽ പറയും ഹാപ്പിനെസ്. അടിസ്ഥാനപരമാണ്. ഇനി വിദ്യാഭ്യാസം എന്തിനാണ്? വിദ്യാഭ്യാസം ആളുകൾ പറയുന്നു അത് തൊഴിലിനാണ്, നല്ല സ്വഭാവ രൂപീകരണത്തിനാണ്, വിജ്ഞാനത്തിനാണ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ അന്തിമമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, എഡ്യൂക്കേഷൻ ഈസ് ഫോർ ഹാപ്പിനെസ്. വിദ്യാഭ്യാസം സുഖത്തിനും സന്തോഷത്തിനുമാണ്. ഇനി ആത്മീയ വിദ്യാഭ്യാസം എടുത്തുള്ളൂ. ഇൽമ് എന്തിനാണ്? ഇൽമ് ഇബാദത്തിനാണ്. ഇബാദത്ത് എന്തിനാണ്? ജന്നത്തിനാണ് അഥവാ സ്വർഗത്തിനാണ്. സ്വർഗം എന്തിനാണ്? സുഖത്തിനാണ്. പരലോകത്ത് പോകാൻ പറ്റിയ 2 സ്ഥലമുണ്ട്. അപ്പോൾ ഈ ലോകത്തും നമുക്ക് വേണ്ടത് സുഖമാണ്, പരലോകത്തും വേണ്ടത് നമുക്ക് സുഖമാണ്. അപ്പൊ വിദ്യാഭ്യാസം ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമായിരിക്കണം? വിദ്യാഭ്യാസം അന്തിമമായി എത്തേണ്ടത് ആനന്ദത്തിലാണ്. എഡ്യൂക്കേഷൻ ഈസ് ഫോർ ഹാപ്പിനെസ്. ഇൽമു അതിന് തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മുടെ മക്കള് ഇബാദത്തുള്ള മക്കളായി മാറണമെന്നുണ്ടെങ്കിൽ അവര് ഇസ്ലാമികമായ വിജ്ഞാനമുള്ള മക്കളാവണം. ഇസ്ലാമിക വിജ്ഞാനമുള്ളവർക്ക് ഇബാദത്തുണ്ടാവുകയുള്ളൂ എന്ന് വ്യക്തമായി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്.
ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിൽ ഉലമാ, എന്റെ അടിമകളിൽ ഇൽമുള്ളവർ മാത്രമേ എന്നെ ഭയപ്പെടുകയുള്ളൂ. അപ്പോൾ ഇൽമില്ലാതെ വന്നാൽ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യുക എന്നാണ് അവിടെ അർത്ഥം. അപ്പൊ നമ്മളെ മക്കള് ഇൽമില്ലാതെ വന്നാൽ ഇബാദത്തുള്ള മക്കളാവുകയില്ല. അതുകൊണ്ട് ഇഫക്റ്റീവ് പാരന്റിന്റെ വാദനക്ക് പറയുന്നു, മക്കള് ഞാൻ മരിച്ചാൽ എന്റെ ഖബറും പുറത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ എനിക്കുണ്ടാകണമെന്ന നിർബന്ധ ബുദ്ധി നിങ്ങൾ ഓരോ രക്ഷിതാക്കൾക്കും ഉണ്ടാവണം. പക്ഷെ അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി ഇപ്പോൾ എനിക്കുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക. ഇല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവണം. ആ രീതിയിലാണോ എന്റെ മകൻ വളർന്നു വരുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതായി. അപ്പോൾ നമുക്ക് ആവശ്യം എന്താണ്? ഇബാദത്തുള്ള മക്കളായി മാറും. ഇബാദത്തുള്ള മക്കൾ നമുക്കുണ്ടാകണമെങ്കിൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? രക്ഷിതാക്കളുടെ നല്ല രക്ഷിതാവാകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങേയറ്റം സാധിക്കുന്നതാണ് ശീലം. ശീലം ഒരു മനഃശാസ്ത്ര വിഷയമാണ്. ഇനി വിജയിക്കണമെങ്കിൽ പോലും ശീലങ്ങളെ മാറ്റുക എന്നാണ് പറയുന്നത്. സ്റ്റീഫൻ കോവിയുടെ ഒരു പുസ്തകമുണ്ട്, 7 Habits of Highly Effective People, ഉന്നത വിജയികളുടെ 7 ശീലങ്ങൾ. അതാണ് മനസ്സിലാക്കേണ്ടത്. ശീലങ്ങൾ നമ്മളെ വിജയിപ്പിക്കുകയും നമ്മളെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് ഇബാദത്ത്. ഇബാദത്തും ശീലങ്ങൾ തന്നെയാണ്. ഒരു മനുഷ്യന് 2 തരത്തിലുള്ള പെരുമാറ്റങ്ങളാണുള്ളത്. ഒന്ന് ശീല പെരുമാറ്റം, അഥവാ നാം നിരന്തരമായി ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന് നാം ആവർത്തിക്കാതെ ഇടയ്ക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പെരുമാറ്റം. ഇങ്ങനെ 2 തരത്തിലുള്ള പെരുമാറ്റങ്ങളുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ 80% പെരുമാറ്റവും ശീലിച്ച പെരുമാറ്റങ്ങളാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലേ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരുപാട് ശീലങ്ങളുണ്ട്. ആ ശീലങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കേണ്ടത് മാതാപിതാക്കളാണ്, പ്രത്യേകിച്ച് മാതാക്കളാണ്. ഉദാഹരണത്തിന് നമ്മൾ ഓരോ മുസ്ലിം വീട്ടിലും ഉണ്ടാവേണ്ട ഒരു ശീലം എന്താണ്? നേരത്തെ ഉറങ്ങി നേരത്തെ ഉണരുക എന്നവൾ. ഒരു മുസ്ലിം എപ്പോഴാണ് ഉണരേണ്ടത് എന്ന് ചോദിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് സുബഹി അദായി നിസ്കരിക്കത്തക്ക വിധം ഒരു മുസ്ലിം എഴുന്നേൽക്കേണ്ടതാണ്. നമ്മുടെ കലണ്ടറുകളിൽ ഉദയം എന്ന് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? സുബഹി നിസ്കാരം ഖളാവുന്നത് അപ്പൊ ഉദയത്തോടു കൂടിയാണ്. അപ്പോൾ ഒരു മുസ്ലിം എപ്പോൾ എഴുന്നേൽക്കണം? സുബഹി അദായി നിസ്കരിക്കത്തക്ക രീതിയിലാണ് എഴുന്നേൽക്കേണ്ടത്. കുട്ടിയെ നേരത്തെ എഴുന്നേൽപ്പിക്കുക എന്നത് രക്ഷിതാവിന്റെ ബാധ്യതയാണ്. എത്ര വിളിച്ചാലും ഉണരില്ല എന്നൊക്കെ പറയുന്ന രക്ഷിതാക്കളാണുള്ളത്. വാസ്തവത്തില് ഏത് കുട്ടിയെയും എന്റെ കുട്ടിയെ സുബഹി നിസ്കരിക്കത്തക്ക രീതിയിൽ ഉണർത്തണമെന്ന നിർബന്ധ ബുദ്ധി രക്ഷിതാവിനുണ്ടാവും. ഇനി മാതാപിതാക്കൾ തന്നെ സുബഹി നിസ്കരിക്കാത്തവരാണെങ്കിൽ കുട്ടികൾ സുബഹി നിസ്കരിക്കൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾക്കറിയോ, ഒരു മുസ്ലിമിന്റെ ജീവിതം രാവിലത്തെ നിസ്കാരത്തോടുകൂടി തുടങ്ങണം. ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോ രക്ഷിതാക്കളും അങ്ങനെ തന്നെയാണ് ചെയ്യുക എന്ന് ഞാൻ കരുതുന്നു. ചിലപ്പോൾ മാതാപിതാക്കൾ അങ്ങനെ തുടങ്ങുന്നുണ്ടെങ്കിലും കുട്ടികൾ പലപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്ന നിർബന്ധ ബുദ്ധി പല രക്ഷിതാക്കൾക്കുമില്ല. പിന്നെ ചില രക്ഷിതാക്കൾക്ക് കുട്ടികളെ വിളിച്ചുണർത്താൻ പോലും അറിയില്ല. അപ്പുറത്ത് 2 റൂം അപ്പുറം മുകളിലോ കിടന്നിറങ്ങുന്ന കുട്ടിയെ താഴെന്ന് ഒച്ച വെച്ച് വിളിക്കും. കുട്ടികൾ ഉണരുകയില്ല. കുട്ടിയുടെ അടുത്ത് നിന്ന് ശരീരം സ്പർശിച്ച് 2 മിനിറ്റ് തെറ്റ് വേണം അവരെ വിളിച്ചുണർത്താൻ. ഉറക്കത്തിന് ചെറിയൊരു മയക്കമുണ്ടാകും. അതിന് 1-2 മിനിറ്റ് എടുക്കും. ആ സമയം അവരെ നിന്ന് അവിടെ വിളിച്ചുണർത്തി നീ പോയി ഒതെടുത്ത് നിസ്കരിക്ക് എന്ന് പറയാനുള്ള ബുദ്ധിയും തന്റെ ഇടവും അത് ആരുടെ ശീലമായി മാറണം? കുട്ടിക്ക് ആ ശീലമുണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യുക എന്നത് രക്ഷിതാവിന്റെ ശീലമായി മാറുകയും വേണം. ഇവിടെ നമ്മൾ കുട്ടിയുടെ ശീലത്തെ മറ്റ് മാത്രമാണ് പരാമർശിക്കുന്നത്. കുട്ടിയിൽ ഇത്തരം ശീലം വളർത്തുക എന്ന ശീലം മാതാവിനും പിതാവിനും ഉണ്ടാകണം. അതും പ്രധാനപ്പെട്ടത് തന്നെയാണ്. അങ്ങനെ അതിനുശേഷം രാവിലെ കുട്ടികളോട് എന്നും ഖുർആൻ ഓതിക്കുന്ന മക്കളായി മാറണം. ഖുർആൻ ഓതുക എന്നത് കുട്ടിയുടെ ശീലമായി മാറണം. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് വേണ്ടത്? കുട്ടി പഠിക്കാനുള്ളത് പഠിക്കട്ടെ. ഇങ്ങനെ കുട്ടിക്കും ഒരു ചിട്ടമാണ്. അവിടെ നേരത്തെ ഉറക്കി നേരത്തെ ഉണർത്തുക. നേരത്തെ ഉണരണം എന്നുണ്ടെങ്കിൽ നേരത്തെ ഉറങ്ങുക എന്നത് പ്രധാനമാണ്.
പക്ഷേ നേരത്തെ ഉറങ്ങുക എന്നത് കുട്ടിയുടെ ശീലം മാത്രമായാൽ പോരാ, മാതാപിതാക്കളുടെ ശീലവുമായി മാറണം. ഈ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എത്ര മണിക്കാണ് ഉറങ്ങാറുള്ളത് എന്ന് ആലോചിക്കുന്നു. എന്റെ കണക്ക് പ്രകാരം ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 മണിക്കെങ്കിലും ഓരോ മുസ്ലിമും ഉറങ്ങിയിരിക്കണം. അല്ലാതിരുന്നാൽ ചുരുങ്ങിയത് 7 മണിക്കൂർ ഉറക്കം കിട്ടണമെങ്കിൽ അത് വേണ്ടി വരും. പക്ഷേ എന്റെ ഈ സംസാരം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കുക, നിങ്ങൾ ഓരോരുത്തരും എത്ര മണിക്കാണ് കിടന്നുറങ്ങാറുള്ളത്? നേരം വൈകി ഉറങ്ങിയാൽ നേരം വൈകി മാത്രമേ ഉണരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് കുട്ടികൾക്ക് ആ ശീലം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ ആദ്യം നേരത്തെ ഉറങ്ങി നേരത്തെ ഉണരുക എന്ന സംവിധാനത്തെപ്പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അതാണ് ഇഫക്റ്റീവ് പാരന്റിംഗ് പഠിക്കണം. അവൻ ഉണരില്ല എന്ന് പറയും. അവൻ എന്തുകൊണ്ടാണ് ഉണരാത്തത്? പിന്നെ ഉണരുന്നില്ല എങ്കിൽ ഓരോ കുട്ടിക്കും ഒരു അലാം വാങ്ങി കൊടുക്കാവുന്നതാണ്. അലാം വെച്ചിട്ട് ആ അലാം മുട്ടുന്ന സമയത്ത് ആ കുട്ടി ഉണരുക എന്ന് അവന്റെ ശീലമാണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഉണരുന്നതിന്റെ ഒരു മനഃശാസ്ത്രം. പലപ്പോഴും നാം ഉറങ്ങുമ്പോൾ ഉണരട്ടെ എന്ന് കരുതിയാണ് ഉറങ്ങുന്നത്. ആ ഉറക്കമുണ്ടായാൽ ഉണരുകയും അതേ സ്ഥാനത്ത് ഉറങ്ങുന്ന സമയത്ത് എനിക്ക് ഇത്ര മണിക്ക് ഉണരണമെന്ന നിർബന്ധ ബുദ്ധി മനസ്സിൽ വെച്ച് ഉറങ്ങി നോക്കുന്നു, എഴുന്നേൽക്കുന്നതാണ്. ഇത് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മളെ കുട്ടികൾ ചിലപ്പോൾ ടൂറിന് പോകാറുണ്ട്, സ്കൂളിൽ നിന്ന് കൊണ്ടുപോകാറുണ്ട്. അന്ന് നിങ്ങൾ നോക്കുക, കുട്ടി ആരും വിളിച്ചെടുത്താതെ തന്നെ സ്വയം ഉണരുന്നതായി കാണും. അതെന്തുകൊണ്ടാണത്? എനിക്ക് ടൂറിന് പോകണമെങ്കിൽ 4 മണിക്ക് ഉണർന്നേ പറ്റൂ എന്ന് കരുതി ഉറങ്ങുന്ന കുട്ടി നേരത്തെ ഉണരും, വേണേ ഉമ്മയെ കുട്ടി വിളിച്ചെടുത്തുകയും ചെയ്യും. ഈ ഒരു ബോധത്തോടുകൂടി കുട്ടിയെ ഉറക്കും. ഒരു അലാം ക്ലോക്ക് കുട്ടിക്ക് വാങ്ങിക്കൊടുക്കുക തന്നെ വേണം. ഇതുപോലെ തന്നെ ഇഫക്റ്റീവ് പാരന്റിംഗിന്റെ ഭാഗമായി വീട്ടിലുള്ള ഓരോരുത്തർക്കും ഓരോ ഖുർആൻ ഉണ്ടായിരിക്കും. എല്ലാവർക്കും പൊതുവെ ഖുർആൻ ഉണ്ടായാൽ ഒരു മുസ്ഹഫ് ഓരോ കുട്ടിക്കും ഉണ്ടാവും. ആ കുട്ടിയുടെ മുസ്ഹഫിനോടുള്ള കടമ ആ കുട്ടി സ്വയം നിർവഹിക്കും. ചുരുക്കത്തിൽ രാവിലെ സുബഹി നിസ്കരിച്ച് ഓതി പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ഒരവസ്ഥ. ഇതുപോലെ തന്നെ കുട്ടികളെ നാം പരിശീലിപ്പിക്കേണ്ട ഒന്നാണ് ദുആ ഇറക്കുക, പ്രാർത്ഥിക്കുക എന്നത്. കുട്ടിയോട് ചോദിക്കന്നെ വേണം, മോനെ നീ ഉമ്മക്ക് വേണ്ടി ദുആരം, നീ ബാപ്പയ്ക്ക് വേണ്ടി ദുആരം, നീ മറ്റുള്ളവർക്ക് വേണ്ടി ദുആരം. പക്ഷെ ഇതൊക്കെ ചോദിക്കുക എന്ന് തന്നെ ചില ആളുകൾക്ക് ലജ്ജയാണ്. പലപ്പോഴും രക്ഷിതാക്കൾ എന്താ ചെയ്യുന്ന അറിയാം നിങ്ങൾക്ക്? കുട്ടിയുടെ സ്വഭാവ ദോഷമുണ്ടെങ്കിൽ ഒക്കെ മദ്രസയിലെ ഉസ്താദിനെ ഒന്ന് ഉപദേശിക്കണം കേട്ടോ എന്ന് പറയുകയാണ്. സ്വയം ഉപദേശിക്കാനുള്ള തന്റെ ഇടം പോലും രക്ഷിതാക്കൾക്കില്ല. ഒരു നല്ല രക്ഷിതാവാകുന്നതിന്റെ ഭാഗമായിട്ട് പറയേണ്ടത് തന്റെ ഇടത്തോടെ പറയാനുള്ള കഴിവ് പ്രത്യേകമായി മാതാവിനും പിതാവിനും ഉണ്ടാകണം, പ്രത്യേകിച്ച് മാതാക്കൾക്കുണ്ടാകണം. ഇന്ന് പലരും പിതാക്കന്മാര് ഗൾഫിലാണ്, മാതാക്കന്മാർക്ക് കൂടുതൽ ട്രെയിനിങ് ആവശ്യമുണ്ട്. മാതാവിന്റെയും പിതാവിന്റെയും റോളിൽ പലപ്പോഴും വരുന്നത് മാതാവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന രീതിയും വളർത്തേണ്ട രീതിയും ശീലമുണ്ടാക്കേണ്ട രീതിയും ഒക്കെ തന്നെ നമ്മൾ അറിയുകയും അതനുസരിച്ച് കുട്ടികളെ ശീലിപ്പിക്കുകയും. അപ്പൊ നമ്മള് ശീലത്തെക്കുറിച്ച് പറയുമ്പോൾ രക്ഷിതാക്കൾ ആദ്യം തന്നെ വിലയിരുത്തേണ്ടത് എന്താണ്? എന്റെ ശീലം എങ്ങനെയുണ്ട് എന്ന് വിലയിരുത്തണം. എന്റെ ശീലം എങ്ങനെയുണ്ട് എന്ന് വിലയിരുത്തണം. നമ്മളെ ശീലങ്ങൾ തന്നെ നമ്മൾ വിലയിരുത്തി നോക്കുക. ഓരോരുത്തർക്കും നല്ല ശീലങ്ങളുണ്ട്, മോശപ്പെട്ട ശീലങ്ങളുണ്ട്. 2 ശീലങ്ങളുമുണ്ട്. അപ്പൊ മോശപ്പെട്ട ശീലങ്ങൾ നമ്മൾ തന്നെ മാറ്റുക എന്ന്. ഇതുപോലെ തന്നെയാണ് പലപ്പോഴും കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു ദോഷപ്രവണതയാണ് കളവ് പറയുക എന്ന്. വാസ്തവത്തിൽ ഈ കളവ് പഠിപ്പിക്കുന്നതിൽ ചിലപ്പോഴൊക്കെ നമ്മളെ മാതാപിതാക്കൾ തന്നെ പങ്കുവഹിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഇക്കാലത്ത് കളവ് പറയുക എന്നത് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, എങ്ങനെയും പറയാമെന്നൊരു ധാരണയാണ്. വാസ്തവത്തിൽ കളവ് പറയുക എന്നത് ഒരു നിരോധിക്കപ്പെട്ട കാര്യമാണ്, ഹറാമാണ് എന്ന് എത്ര മുസ്ലിമിന് ബോധമുണ്ട്? നമ്മൾ ഓരോരുത്തരും ആലോചിക്കും. കളവ് പറയുക എന്നത് ആളുകൾക്ക് ഇന്ന് ഒരു പ്രശ്നമേ അല്ല. വാസ്തവത്തില് മുനാഫിക്കിന്റെ ലക്ഷണമായി പറഞ്ഞിരിക്കുന്നതാണ്. ആയത്തിൽ മുനാഫിക്ക് സലാസൻ ഇദാ ഹദ കദിബ വഇദൂതു മിനഖാന വഇദാ വഅദ അഖലഫ. മുനാഫിക്കിന്റെ 3 ലക്ഷണങ്ങളിൽ ഒന്ന് കളവ് പറയുക. വാസ്തവത്തില് ഈ മുനാഫിക്കിന്റെ 3 ലക്ഷണം ഈ ലോകത്ത് നിന്ന് ഒഴിവായാൽ ഈ ലോകം തന്നെ നന്നാവും. അപ്പൊ കുട്ടികളെ കളവ് പറയുന്നത് പഠിപ്പിക്കുന്നതിൽ പലപ്പോഴും രക്ഷിതാക്കൾക്ക് പങ്കുണ്ട്. എന്തെങ്കിലും ഫോൺ കോളുകൾ വീട്ടിലേക്ക് വരുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും കളവ് മാതാവോ പിതാവോ ഫോണിൽ പറയുന്നത്.
ഇത് കുട്ടി കേൾക്കാനിടവരുന്നു. ഇത് കേൾക്കാനിടവരുന്ന കുട്ടി എന്താണ് പഠിക്കുന്നത്? കളവ് പറയാനാണ് പഠിക്കുന്നത്. കുട്ടികളുടെ സ്വഭാവ ദൂഷ്യങ്ങളിൽ പ്രധാനമായി ഒന്ന് പറഞ്ഞു വരുന്നത് കളവ് പറയുന്നതാണ്. സത്യമേ പറയാവൂ എന്ന് നിരന്തരമായി കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുക തന്നെ വേണം. സത്യം പഠിപ്പിക്കുന്ന സമയത്ത് അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ പഠിക്കാൻ പോയ സമയത്തുള്ള സത്യം പറച്ചിലിന്റെ ആ കഥ പോലും അവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് നിരന്തരമായി ആവർത്തിച്ച് അവരെ പഠിപ്പിക്കേണ്ട കാര്യമാണ്. ഇതുപോലെ തന്നെ ഇഫക്റ്റീവ് പേരന്റിങ്ങിന്റെ ഭാഗമായി കുട്ടികൾക്ക് നല്ല ഹോബികൾ തിരഞ്ഞെടുക്കുക എന്നത് വളരെ പ്രധാനമാണ്. എന്താണ് ഹോബി? സമയം കളയാൻ വേണ്ടി, സമയം സന്തോഷകരമാക്കാൻ വേണ്ടി, ഒഴിവുള്ള സമയം സന്തോഷകരമാക്കാൻ വേണ്ടി നാം ഏർപ്പെടുന്ന പ്രവൃത്തിയാണ് ഹോബി. അല്ലെങ്കിൽ എന്തെങ്കിലും അനാവശ്യമായ ഹറാമായ ഹോബികൾ കുട്ടികൾ പഠിക്കാൻ ഇടവരും. എന്തൊക്കെയാവാം കുട്ടികളുടെ ഹോബി? ഗാർഡനിങ്, അടുക്കളത്തോട്ടം. ഇതൊക്കെ കുട്ടികൾക്ക് നല്ല ഹോബിയാണ്. ഒരു അടുക്കളത്തോട്ടമുണ്ടാണ്, ഒരു പൂന്തോട്ടമാണ്. അത്തരത്തിലുള്ള ഹോബികളാണ് കുട്ടികൾക്ക് പ്രധാനമായും കൊടുക്കേണ്ടത്. ഇന്ന് മിക്കപ്പോഴും എന്താണ് സംഭവിക്കുന്നത്? ടിവിയാണ്, അത് കണ്ടിരിക്കലാണ് പ്രധാനപ്പെട്ട ഹോബി. ടിവിയുടെ ദോഷവശത്തെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്റെ കുട്ടിക്ക് ഇപ്പോഴുള്ള ഹോബി എന്താണ്? ഒഴിവ് സമയത്ത് അവരെന്താണ് ചെയ്യുന്നത്? അത്തരത്തിലുള്ള ക്രിയാത്മകമായ നല്ല ഹോബികൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ രക്ഷിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സൃഷ്ടിപരമായ ഹോബികളാണ് കുട്ടികൾക്ക് നാം തിരഞ്ഞെടുത്തു കൊടുക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ കുട്ടികളിൽ വായനാശീലം വളർത്തുക. ഈ വായനാശീലം എന്ന് പറയുമ്പോൾ വായന ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാനത്തിനുള്ള ഒരു മാർഗമാണ്. വായനാശീലം വളർത്തുന്നതിന്റെ ഭാഗമായി രക്ഷിതാക്കളായ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഓരോ വീട്ടിലും ഒരു ഹോം ലൈബ്രറി ഉണ്ടാവും. നിർബന്ധമായും നിങ്ങളെല്ലാവരുടെയും വീട്ടിലൊരു ഹോം ലൈബ്രറി ഉണ്ടാവും. കുട്ടികൾക്ക് വായിക്കാനുള്ള പുസ്തകങ്ങൾ, അവരുടെ സ്ത്രീകൾക്ക് വായിക്കാനുള്ള പുസ്തകങ്ങൾ, ഇതൊക്കെ വാങ്ങിവെച്ചാൽ ഒഴിവ് സമയത്ത് അത് വായിക്കുകയും ടിവിയുടെ കാഴ്ച, ആളുകൾക്ക് സമയം പോയി കിട്ടുക എന്നത് വളരെ പ്രധാനമാണ്. എന്തുകൊണ്ട് ആളുകൾ ടി വി കാണും എന്ന് ചോദിച്ചാൽ ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് സമയം പോയി കിട്ടുക എന്ന്. ശാസ്ത്രം വളർന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? നമുക്കൊരുപാട് സമയമുണ്ടായി. അപ്പോൾ പ്രശ്നമുണ്ടായി, സമയം എങ്ങനെ ചെലവഴിക്കും? സമയം ചെലവഴിക്കാൻ വേണ്ടി പിന്നെ നമ്മൾ കണ്ടെത്തി സ്പോർട്സ്, ഗെയിംസ്, റേഡിയോ, ടെലിവിഷൻ, കമ്പ്യൂട്ടർ, ഇതൊക്കെയാണ് സമയം ചെലവഴിക്കാൻ വേണ്ടി നാം കണ്ടെത്തി. അതിലൊക്കെ തന്നെ എന്തിന്റെ മേമ്പടിയാണ് ചേർന്നത്? അധാർമികതയുടെയും ലൈംഗികതയുടെയും മേമ്പടി ചേർന്നതാണ് ഇന്നത്തെ സ്പോർട്സും ഗെയിംസും ടെലിവിഷനും റേഡിയോ സിനിമയും എല്ലാം തന്നെ. ഇതാണ് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടതായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഓരോ വീട്ടിലും ഒരു ഹോം ലൈബ്രറി, അവിടെ ബാലസാഹിത്യം, കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ പുസ്തകങ്ങൾ ധാരാളം ഉണ്ടായിരിക്കണം. കുട്ടികൾക്ക് ബാലമാസികകൾ വാങ്ങിക്കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ദിനപത്രങ്ങളിൽ ധാരാളമായിട്ട് കുട്ടികൾക്ക് തന്നെ ഇപ്പോൾ പങ്ക്തി തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും എല്ലാ പത്രങ്ങളും നല്ല മാസികകൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഈ വായന കൊണ്ടുള്ള ഗുണം കഴിച്ചാൽ, ഒന്ന്, കുട്ടികളെ വിജ്ഞാനം വർദ്ധിക്കുന്നതോടൊപ്പം ഭാഷയിൽ അത്ഭുതകരമായ വികസനമുണ്ടാകും. ഇത് പലപ്പോഴും നാം മനസ്സിലാക്കാത്തതാണ്. അതേ സ്ഥാനത്ത് ഉപകാരപ്പെടുന്ന കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങൾ നാം സെലക്ട് ചെയ്ത് കൊടുക്കണം. കുട്ടികൾ വളർന്നതനുസരിച്ച് എന്തെങ്കിലും വായിച്ചോട്ടെ എന്ന് കരുതുന്നത് തെറ്റാണ്. അപ്പോൾ ഞാൻ ഉണർത്തി വന്നത് വായനാശീലം അതോടൊപ്പം തന്നെ കുട്ടിക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പോരാ, എന്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വായനാശീലമുണ്ടോ എന്ന് വെച്ചു. ഭൂരിഭാഗം രക്ഷിതാക്കൾക്കും ഇന്ന് വായനാശീലമില്ല. വായന എന്തിനാണ്? വായനയിലൂടെ വിജ്ഞാനം അത്ഭുതകരമായി വർദ്ധിപ്പിക്കാം. പക്ഷെ എത്ര പേർക്ക് ഇതറിയാം? എനിക്ക് വായിക്കാൻ കഴിയുന്നില്ല എന്ന പരാതിയാണ് നിങ്ങൾക്ക്. ഇവിടെ നിങ്ങളുടെ ശീലം, നിങ്ങൾക്ക് വായിക്കാതിരിക്കുക എന്ന ശീലത്തിൽ നിന്ന് വായിക്കുക എന്ന ശീലത്തിലേക്ക് നാം വരണം. കമ്പ്യൂട്ടർ മിക്കവാറും വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ കമ്പ്യൂട്ടറിൽ കുട്ടികളെ അഡിക്റ്റ് ആയി വരുന്നു എന്നുള്ളതാണ് കമ്പ്യൂട്ടറിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകത. പഠിക്കേണ്ട സമയം പലപ്പോഴും
കുട്ടികൾ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്നു പോകുന്നു എന്നത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അവിടെ നിങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഏത് കാര്യം നടപ്പിലാക്കണമെങ്കിലും ചെയ്യേണ്ട ചില കാര്യങ്ങൾ വിവരം കിട്ടിയത് കൊണ്ട് മാത്രം നടപ്പിലാക്കണം. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു ഹോം ലൈബ്രറിയുമാണ്. പക്ഷേ നിങ്ങൾ ഹോം ലൈബ്രറി ഉണ്ടാക്കുമോ? അവിടെയാണ് പ്രശ്നം. ഇവിടെ ഏത് കാര്യവും നടപ്പിലാക്കുന്നതിന്റെ ഒരു 5 ഘട്ടങ്ങളെ കുറിച്ച് ഞാനൊന്ന് പരാമർശിക്കാം. ആദ്യത്തെ ഘട്ടം നമ്മളുടെ വിവരമില്ലാ ഘട്ടമാണ്. ഒരു കാര്യം ഒരാൾക്ക് വിവരമില്ല എങ്കിൽ അയാൾ ചെയ്യില്ല എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ വിവരമില്ല ഘട്ടം 1. രണ്ടാമത്തേത് വിവരഘട്ടം, ഇൻഫർമേഷൻ സ്റ്റേറ്റ്. വിവരം കിട്ടി നമുക്ക്, പക്ഷേ വിവരം കിട്ടി എന്നതുകൊണ്ടും കാര്യമായി ചെയ്തുകൊള്ളണമെന്നില്ല. 3ാമത്തെ ഘട്ടമാണ് ബോധ്യഘട്ടം, കൺവിക്ഷൻ സ്റ്റേറ്റ്. ബോധ്യപ്പെട്ടോ ഇല്ല, ബോധ്യപ്പെട്ടതുകൊണ്ടും ചെയ്തുകൊള്ളണമെന്നില്ല. ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ 4ാമത്തെ ഘട്ടം ഡിസിഷൻ സ്റ്റേറ്റ്, തീരുമാനഘട്ടമാണ്. അത് സംബന്ധമായ തീരുമാനം നിങ്ങൾ എടുക്കണം. 5ാമത്തത് ആക്ഷൻ സ്റ്റേറ്റ്, കർമ്മഘട്ടം. ഇപ്പൊ ഇവിടെ തന്നെ എടുത്തോളൂ. ഹോം ലൈബ്രറി വളരെ പ്രധാനപ്പെട്ടതാണ് എന്നൊരു വിവരം നമുക്കില്ല എങ്കിൽ നാം ഹോം ലൈബ്രറി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉത്ഭവിക്കാൻ പോകുന്നില്ല. വിവരം കിട്ടി, പക്ഷേ ബോധ്യപ്പെടുന്നില്ല, നമ്മൾ ചെയ്യാൻ പോകുന്നില്ല. ബോധ്യപ്പെട്ടു, തീരുമാനമെടുക്കുന്നില്ല, നിങ്ങൾ ഹോം ലൈബ്രറി ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഹോം ലൈബ്രറി ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കണം, നിങ്ങൾ അത് പ്രാവർത്തികമാക്കുകയും. ഇതുപോലെ തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുക എന്നത്. പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുട്ടിയെ പ്രോത്സാഹിക്കുക, അഭിനന്ദിക്കുക. ഈ പോസിറ്റീവ് സ്ട്രോക്കിന്റെ നിർവചനം നിങ്ങൾ പറഞ്ഞു തന്നു. പോസിറ്റീവ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എനി ആക്ട് ദാറ്റ് ക്രിയേറ്റ്സ് പ്ലസന്റ് ഇമോഷൻ വെൻ 2 persons meet. 2 ആളുകൾ കണ്ടുമുട്ടുമ്പോൾ സന്തോഷമുണ്ടാക്കുന്ന ഏത് പ്രവർത്തിക്കും പറയാവുന്ന പേരാണ് പോസിറ്റീവ് സ്ട്രോക്ക്. എരിക് ബേണിന്റെ പോസിറ്റീവ് സ്ട്രോക്ക്. പക്ഷേ ഇപ്പൊ നെഗറ്റീവ് സ്ട്രോക്ക് കൊടുക്കുക എന്നതാണ് നമ്മുടെ ശീലം. അത് എനിക്കുണ്ടോ എന്ന് പരിശോധിച്ച് നെഗറ്റീവ് സ്ട്രോക്ക് കൊടുക്കുക. നെഗറ്റീവ് സ്ട്രോക്ക് എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്? ദേഷ്യം പിടിക്കുക, ചീത്ത പറയുക, അടിക്കുക, അംഗീകാരം കൊടുക്കേണ്ടത് അംഗീകാരം കൊടുക്കാതിരിക്കുക, ഇതൊക്കെ തന്നെ പ്രശംസിക്കേണ്ടത് പ്രശംസിക്കാതിരിക്കുക. ഇതൊക്കെ നെഗറ്റീവ് സ്ട്രോക്കുകളാണ്. ഈ നെഗറ്റീവ് സ്ട്രോക്കുകൾ കൊടുക്കുക എന്നാണ് ഒരാൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് എന്നയാൾക്ക് അറിവില്ലെങ്കിൽ അയാൾ നെഗറ്റീവ് സ്ട്രോക്കുകൾ കൊടുത്തുകൊണ്ടിരിക്കും കുട്ടികൾക്ക്. കുട്ടിയെ അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. അപ്പോ അതിന്റെ പ്രാധാന്യം നമുക്ക് വരും. പ്രാധാന്യം വരെ കിട്ടി നമുക്കത് ബോധ്യപ്പെടും. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് എന്റെ മക്കൾക്ക് അംഗീകാരം കൊടുക്കും, അഭിനന്ദനം കൊടുക്കും, പ്രശംസ കൊടുക്കും എന്ന് തീരുമാനിക്കണം. തീരുമാനിച്ചാൽ മാത്രം പോരാ, ഇതൊന്നും ചെയ്യുക എന്ന് ഇയാളെ ശീലമല്ലെങ്കിലും ബോധപൂർവം ആ ശീലം മാറ്റേണ്ടതായിട്ട്. അപ്പൊ ഇഫക്റ്റീവിന്റെ ഒരു പാരന്റിന്റെ പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ ശീലം നമ്മൾ പരിശോധിച്ച് മാറ്റേണ്ടത് മാറ്റാൻ തയ്യാറാവുക എന്നാണ്. ഞാനിപ്പോ എത്രയോ കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിച്ചു. ഇതിലെന്തൊക്കെ സംഭവിക്കാം? ഇതിൽ ചില കാര്യങ്ങളിലൊക്കെ ചില രക്ഷിതാക്കൾ അറിവില്ലായ്മയുടെ ഘട്ടത്തിലായിരിക്കും. അറിവ് കിട്ടി, ചില രക്ഷിതാക്കൾക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടില്ല എന്ന്. ബോധ്യപ്പെട്ടാൽ നടപ്പിലാക്കുന്ന പ്രശ്നങ്ങൾ ഉത്ഭവിക്കുന്നില്ല. ചില രക്ഷിതാക്കൾ ബോധ്യപ്പെട്ടു, പക്ഷെ സാറേ എനിക്കത് നടക്കില്ല എന്നാണ് അവർ പറയുന്നത്. അവര് മാറാൻ തയ്യാറില്ല. ഇനി കേട്ടോളൂ, മാറ്റമില്ലാതെ പുരോഗതി സാധ്യമല്ല. നോ പ്രോഗ്രസ് ഈസ് പോസിബിൾ വിത്തൗട്ട് ചേഞ്ച്. മാറ്റമില്ലാതെ പുരോഗതി സാധ്യമല്ല. അതുകൊണ്ടുകൊണ്ടാ മാറാത്ത വിവരം കിട്ടിയത് കൊണ്ട് മാത്രം. ഞാൻ ഉദാഹരണത്തിന് സാധാരണ പറയുന്ന ഒരു കാര്യം പറയും. മീനും മോരും ഒന്നിച്ച് കഴിക്കൽ വിരുദ്ധാഹാരമാണ്. ആയുർവേദം ഈ കാര്യത്തിൽ വളരെ ശക്തിയായി പറയുന്നുണ്ട്, റോങ് ഫുഡ് കോമ്പിനേഷൻ. പക്ഷേ എന്റെ ഈ പ്രസംഗം കേട്ട നിങ്ങൾക്കെല്ലാതെ വിവരം കിട്ടും. പക്ഷേ നിങ്ങളിത് ഒരു തീരുമാനം എടുക്കുന്നുണ്ടോ? ഇന്നു മുതൽ മീനും മോരും ഞാൻ ഒന്നിച്ച് കഴിക്കില്ല എന്ന് ഒരു തീരുമാനം നിങ്ങൾ എടുക്കാത്തിടത്തോളം കാലം ഈ വിവരം കൊണ്ട് എന്ത് കാര്യം നിങ്ങൾക്കുള്ളത്? അപ്പൊ ഇഫക്റ്റീവ് പാരന്റിംഗിൽ ഞാൻ കുറെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയും. പക്ഷെ ഇത് സംബന്ധമായി മാറ്റേണ്ടവ മാറ്റാൻ നിങ്ങൾ തയ്യാറില്ല എങ്കിൽ ഈ വിവരം കൊണ്ട് നമുക്ക് കാര്യമൊന്നും കിട്ടാൻ പോകുന്നില്ല. വ്യക്തിത്വ വികസന സിദ്ധാന്തത്തിലെ ഒരു പ്രധാനപ്പെട്ട തത്വമാണ് നോയിങ് ഇസ് നോട്ട് ഡൂയിങ്, ഡൂയിങ് ഇസ് ഡൂയിങ്. അറിയാൻ ചെയ്യലല്ല, ചെയ്യലാണ് ചെയ്യാൻ. അപ്പൊ ചെയ്യാൻ നമ്മൾ തയ്യാറാവണമെങ്കിൽ, നമ്മൾ ചെയ്യാൻ തയ്യാറാവണമെങ്കിൽ മാറ്റം വേണ്ടി വരും.
മാറ്റം. ഇഫക്റ്റീവ് പാരന്റിംഗ് പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ മാറാൻ തയ്യാറാണ്. എന്തൊക്കെയാണ് മാറേണ്ടത്? ഒന്ന്, മനോഭാവം തന്നെ. രണ്ട്, നമ്മളെ ധാരണകൾ. ഒരുപാട് തെറ്റായ ധാരണകൾ നമ്മുടെ തലയിൽ കൂടി കയറിക്കൂടിയിട്ടുണ്ട്. കുട്ടികൾ എങ്ങനെയാണ് നന്നാകേണ്ടത് എന്ന നല്ല ധാരണകൾ പലപ്പോഴും ഇല്ല. ചില കുട്ടികൾ കേടുവരാൻ ആവശ്യമായ പ്രവൃത്തി ചെയ്താൽ നന്നാകുമെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെയോ നമ്മുടെ പ്രാധാന്യം. നല്ല രക്ഷിതാവാൻ പഠിക്കുക എന്നത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണോ? നിങ്ങളാ തീരുമാനിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്ന് തന്നെ പല രക്ഷിതാവിനും അറിഞ്ഞുകൂടാ. അപ്പൊ ഇന്നു മുതൽ എങ്ങനെ നല്ല രക്ഷിതാവാകാമെന്ന് പരമാവധി പഠിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ദൃഢമായി പറയുക. അപ്പൊ ഈ 5 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു നമ്മുടെ ഓരോ തീരുമാനം. ഇതുപോലെ തന്നെയാണ് പല രക്ഷിതാക്കളും പലപ്പോഴും പറയുന്നതാണ് മക്കൾ അനുസരിക്കുന്നില്ല എന്നതാണ്. ഇസ്ലാമിക് ഇഫക്റ്റീവ് പാരന്റിങ്ങിന്റെ ഒരു ഭാഗമെന്ന നിലക്ക് മക്കൾ അനുസരിക്കുന്നവരായി കിട്ടുക എന്നത് നമ്മുടെ ആവശ്യമാണ്. അല്ലെങ്കിൽ മക്കൾ അങ്ങേയറ്റത്തെ വികൃതിയാണ്. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് കുട്ടിക്ക് കിട്ടേണ്ട അംഗീകാരവും സ്നേഹവും കിട്ടാത്ത കാരണത്താലാണ് കുട്ടികള് വികൃതിയും അനുസരണമില്ലാത്തവരായി മാറുന്നത് എന്നാണ്. ഇത് ഞാൻ ആദ്യം സൂചിപ്പിച്ച കുട്ടികൾ എന്ത് പിഴച്ചു എന്ന പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. കുട്ടികൾ എന്ത് പിഴച്ചു എന്ന ചോദ്യത്തിന്റെ മറുപടി എന്താ അറിയാം നിങ്ങൾക്ക്? പിഴച്ചത് രക്ഷിതാക്കളും അധ്യാപകരുമാണ്. ഇക്കൂട്ടത്തിൽ ഞാൻ മറ്റൊരു തെറ്റിദ്ധാരണ കൂടെ തിരുത്തട്ടെ. അധ്യാപകർ എന്നോട് ക്ഷമിക്കുക. നമ്മുടെ അധ്യാപകര് കുട്ടികളെ എങ്ങനെ നന്നാക്കാമെന്ന് അങ്ങേയറ്റം പരിശീലനം ലഭിച്ചവരാണ് എന്നൊരു തെറ്റിദ്ധാരണ പല രക്ഷിതാക്കൾക്കുമുണ്ട്. 10 മാസത്തെ BEd ഇതൊക്കെ അത്ര വിശദമായൊന്നും പഠിക്കുന്നില്ല എന്ന് നിങ്ങൾ അറിയുന്നത് നന്നായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ TTCയും BEdും ഒക്കെ ഉള്ള അധ്യാപകർ പഠിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ട്രാൻസാക്ഷൻ അനാലിസിസ്, NLP, കൗൺസിലിംഗ്, ചൈൽഡ് സൈക്കോളജി, ഇതൊക്കെ വളരെ വിപുലമായി നമ്മുടെ BEdന്റെയും TTCയുടെയും പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. BEdന്റെയും TTCയുടെയും ഒരു പേപ്പറെങ്കിലും, ഒരു വിഷയമെങ്കിലും എങ്ങനെ നല്ല രക്ഷിതാവാകണം എന്നതായിരിക്കണം. എന്നിട്ട് എങ്ങനെ നല്ല രക്ഷിതാവാകണമെന്ന ക്ലാസ് എടുക്കാനുള്ള കഴിവ് ഓരോ അധ്യാപകനും ഉണ്ടാവുക എന്നതും ഇഫക്റ്റീവ് പാരന്റിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ മക്കൾ വികൃതിയായി പോകുന്നെങ്കിൽ അതിന്റെ കാരണം എന്താ അറിയാം നിങ്ങൾക്ക്? അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കുട്ടിക്ക് അൺകണ്ടീഷണൽ ലവ്, അവന് സ്നേഹവും അംഗീകാരവും ലഭിച്ചില്ല എന്നതാണ്. അംഗീകാരം, കുട്ടികൾക്ക് അംഗീകാരം കിട്ടുക എന്ന് വളരെ പ്രധാനമാണ്. അങ്ങനത്തെ കുട്ടികളെ നിങ്ങൾക്ക് നന്നാക്കണമെന്നുണ്ടെങ്കിൽ കുട്ടിയോട് നിങ്ങൾ ശരീരസ്പർശനം കൂട്ടുക. കുട്ടി ചെയ്യുന്ന നല്ല പ്രവൃത്തി എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ട്, എന്തെങ്കിലും വല്ല ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കള്ളന് പോലും നല്ല ചിന്തയുണ്ട്. ഒരു കള്ളനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് മോഷ്ടിക്കാൻ പോകുന്നത്? ഞാൻ കുട്ടികളെ പോറ്റാൻ വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. മോഷ്ടിക്കുക എന്നത് തെറ്റാണെങ്കിലും കുട്ടികളെ പോറ്റുക എന്നത് കള്ളന്റെ ചിന്താഗതി നല്ലതല്ലേ? അപ്പൊ ആരിലും നല്ല പെരുമാറ്റവും ചിന്താഗതിയും ഉണ്ട്. നമ്മുടെ കുട്ടി എന്തെങ്കിലും ചെറിയ നല്ല കാര്യം ചെയ്യുമ്പോഴും നന്നായിട്ടുണ്ട്, അതിനെ അഭിനന്ദിക്കുക. ഇത് നമ്മൾ ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അംഗീകാരവും സ്നേഹം കൊടുക്കുമ്പോൾ കുട്ടികളുടെ സ്വഭാവം അത്ഭുതകരമായി മാറുന്നതാണ്. അത്ഭുതകരമായി മാറും. ദേഷ്യം പിടിച്ചിട്ടും ചീത്തറിഞ്ഞിട്ടും തച്ചിട്ടും കുട്ടികളുടെ സ്വഭാവം മാറ്റാൻ കഴിയില്ല. സ്നേഹത്തോടെ ആവർത്തിച്ച് പറയുക. സ്നേഹത്തോടെ ആവർത്തിച്ച് പറയണമെങ്കിൽ എന്ത് വേണ്ടി വരും? ക്ഷമ വേണ്ടി വരും. ക്ഷമയ്ക്ക് ഞാൻ പറയുന്നൊരു നിർവചനമുണ്ട്. അതെന്താണ് നിങ്ങൾക്ക്? മറ്റുള്ളവരെ ഉപദേശിക്കാൻ വളരെ സൗകര്യമുള്ളതും സ്വയം നടപ്പിലാക്കാൻ വളരെ പ്രയാസമുള്ളതും. അതാണ് ക്ഷമ. അപ്പം ക്ഷമയുണ്ടെങ്കിൽ ആവർത്തിച്ച് ഒരു കുട്ടി ഒരു മോശം പെരുമാറിയാൽ ആ പെരുമാറ്റത്തിന്റെ ദോഷവശങ്ങളും അത് മാറ്റിയാൽ അവന് കിട്ടാവുന്ന ഗുണങ്ങളും അവനെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിന് കൗൺസിലിംഗിന്റെ സിദ്ധാന്തങ്ങൾ ഓരോ രക്ഷിതാവും പഠിക്കണം. ഇഫക്റ്റീവ് പാരന്റിംഗിൽ പഠിക്കാനുള്ള മറ്റൊന്നതാണ് എങ്ങനെ ഒരു കൗൺസിലർ ആവണം. കൗൺസിലിംഗ് വളരെ പ്രധാനമാണ്. ഒരു പ്രധാന മനഃശാസ്ത്ര ശാഖയാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ അധ്യാപകർക്ക് ഉണ്ടായിരിക്കേണ്ട ഡിഫറെന്റ് റോൾസ്. ടീച്ചർ ആസ് എൻ എഡ്യൂക്കേറ്റർ, ടീച്ചർ ആസ് എ മോട്ടിവേറ്റർ, ടീച്ചർ ആസ് എ കൗൺസിലർ, ടീച്ചർ ആസ് എ മോഡൽ, ടീച്ചർ ആസ് എ മെന്റർ, ടീച്ചർ ആസ് എ ഡിസിപ്ലിനേറിയൻ, ടീച്ചർ ആസ് എ ലേണർ എന്ന മാതിരി രക്ഷിതാവിനും ഒരുപാട് റോളുകളുണ്ട്. എന്താണ്? പേരന്റ് ആസ് എൻ എഡ്യൂക്കേറ്റർ,
parent as a motivator, parent as a counselor, parent as a disciplinarian, parent as a learner, parent as a model, parent as a philosopher. ഇതൊക്കെ രക്ഷിതാക്കളായ നിങ്ങൾക്കുള്ള റോളുകളാണ്, നിങ്ങൾ ചെയ്തു തീർക്കേണ്ട കർത്തവ്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ ആവണം എന്ന അറിവ് നമ്മൾ എത്ര ആളുകൾക്കുണ്ട്? ഇനി അറിഞ്ഞാൽ തന്നെ ആ അറിവ് എനിക്കുണ്ടാക്കണ്ടേ? കൗൺസിലർ എങ്ങനെയാവണം, എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം എന്ന് നമ്മൾ പഠിക്കണ്ടേ? ഒരു മുസ്ലിം പേരന്റായി ഇസ്ലാമിക ശീലവും ഇബാദത്തുമുള്ള മക്കളായി മാറ്റാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് എന്ന വിവരം നിങ്ങൾക്കുണ്ടാവട്ടെ. അതിനൊരു തീരുമാനം നിങ്ങൾ എടുക്കുക. ഞാനൊരു എഫക്റ്റീവ് പേരന്റ് ആവാൻ ആവശ്യമായ പഠനത്തിനും പരിശീലനത്തിനും തയ്യാറാണ് എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കുക. അത് നിങ്ങൾ എടുത്തു കഴിഞ്ഞ് അതിന് നിങ്ങൾ സമയം കണ്ടെത്തുകയും പഠിക്കേണ്ട ക്രമത്തിൽ പഠിക്കാൻ തയ്യാറാവുകയും ചെയ്യും. ഇതുപോലെ തന്നെ നമ്മളെ മുസ്ലിങ്ങളായ നമ്മളെ മക്കളിൽ ഉണ്ടാക്കേണ്ട ഏറ്റവും വലിയൊരു ബോധം എന്താ? നിങ്ങൾ മുസ്ലിമായതിലുള്ള അഭിമാന ബോധമാണ് ഉണ്ടാക്കേണ്ടത്. ഇസ്ലാമിലെ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താണ്? നഹ്നു ഖൗമുൻ അഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം. ഇസ്ലാം കൊണ്ട് അല്ലാഹു തആല ഇസ്സത്തും പ്രതാപം നൽകിയവരാണ്. ഇന്ന് മുസ്ലിങ്ങളിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം കാര്യങ്ങൾ ഒരു തരം അപകർഷതാബോധം, നമ്മൾ 2ാം നമ്പറാണ്, മോശക്കാരനാണ് എന്ന് മീഡിയയും മറ്റു ചില സമുദായക്കാരും വളരെ ബോധം ഉണ്ടാക്കി തീർക്കുകയും മുസ്ലിങ്ങളായ പലരും നമ്മളത് ഉൾക്കൊള്ളുകയും ചെയ്തിരിക്കുന്നു. പിന്നോക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വാസ്തവത്തിൽ സന്തോഷത്തിന്റെയും ഉന്മേഷത്തിന്റെയും പരലോകത്തെ സ്വർഗത്തിന്റെയും കാര്യത്തിൽ മുസ്ലിങ്ങൾ തന്നെയാണ് മുന്നോക്കക്കാരൻ. പക്ഷേ പിന്നോക്കമാണ് എന്ന് പറഞ്ഞ അപകർഷതാബോധമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവനാരോ അവനാണ് അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ഉത്തമൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കാര്യമാണ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും അള്ളാഹു തആല 2ആക്കി തരംതിരിച്ചു. ഖൈറുൽ ബരിയ ഉത്തമ ജനം, ശർറുൽ ബരിയ നികൃഷ്ട ജനം. ആ ഉത്തമ നമ്മൾ മുസ്ലിമാണ്. ഒരു രക്ഷിതാവ് മക്കളോട് നിരന്തരമായി ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കണം, മക്കളെ നമ്മൾ മുസ്ലിമാണ്, സ്വർഗത്തിലേക്ക് പോകാനുള്ളവരാണ്, ഉത്തമ സമുദായമാണ്. വിശുദ്ധ ഖുർആനിൽ ഖൈറുൽ ബരിയ എന്ന് പറയും. വാസ്തവത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഇസ്ലാമിക കാര്യങ്ങൾ രക്ഷിതാക്കളോട് പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല എന്നതാണ്. പഠിപ്പിക്കാൻ പല രക്ഷിതാക്കൾക്കും അറിയില്ല എന്നതാണ്. അപ്പൊ എഫക്റ്റീവ് പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്ന്, ഇത് കുട്ടികളെ പഠിപ്പിക്കാൻ രക്ഷിതാവ് പഠിക്കണം, പ്രത്യേകിച്ച് മാതാവ് പഠിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ മുസ്ലിമായതിൽ അഭിമാനിക്കുന്നു എന്ന അഭിമാനബോധം നമ്മളെ മക്കളിൽ ഉണ്ടാക്കി തീർക്കണം. ഇതുപോലെ തന്നെ നമ്മളെ മക്കൾക്കുണ്ടായിരിക്കേണ്ട ഒരു പ്രത്യേകത എന്താണ്? വലിയവരെയും പണ്ഡിതന്മാരെയും ഒക്കെ ബഹുമാനിക്കുക എന്നത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഇനി നമ്മൾ ആരെങ്കിലും ഒരു വയസ്സായ ആളോ ആരോ വീട്ടിലേക്ക് വരുന്ന സമയത്ത് കുട്ടി വേണ്ട രീതിയിൽ പെരുമാറുന്നില്ല എങ്കിൽ അവരെ മുന്നിൽ വെച്ചല്ലെങ്കിലും കുട്ടിയെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇനി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടികളെ ആരുടെ മുന്നിൽ വെച്ച് എന്തും എങ്ങനെയും പറയാം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് അബദ്ധമാണ്, തെറ്റാണ്. കുട്ടിക്കും അഭിമാനം പ്രധാനപ്പെട്ടത് തന്നെയാണ്. അവനെ ഒറ്റക്ക് വിളിച്ച് ആണ് കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കേണ്ടത്. ഇത് നല്ല രക്ഷിതാവാകുന്നതിന്റെ ഭാഗമാണ്. ഇതോടൊപ്പം തന്നെ ഒരു നല്ല രക്ഷിതാവ് ആകുന്നതിന്റെ ഭാഗമായിട്ട് കുട്ടിക്ക് പോഷക ഭക്ഷണങ്ങൾ കൊടുക്കുക എന്നത് പ്രധാനമാണ്. പോഷണം അടങ്ങിയിരിക്കുക അതിന് കുട്ടിക്ക് ശാരീരിക മാനസിക വളർച്ചയ്ക്കാവശ്യമായ, ഉദാഹരണത്തിന് കുട്ടി നല്ല ബുദ്ധിയുള്ളവരാവണമെന്ന് പറഞ്ഞു. കുട്ടി നല്ല ബുദ്ധിയുള്ളവരാണെങ്കിൽ മാതാപിതാക്കളുടെ ബുദ്ധി പ്രധാനമാണെങ്കിലും അതോടൊപ്പം തന്നെ ബുദ്ധിയെ സ്വാധീനിക്കുന്ന ഘടകം എന്താണെന്ന് രക്ഷിതാവ് അറിയണ്ടേ? ബുദ്ധിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഭക്ഷണങ്ങളുണ്ട്, പരിശീലനമുണ്ട്, പൈതൃകമുണ്ട്. ഇതെല്ലാം അതിൽപ്പെട്ടതാണ്. ഉദാഹരണത്തിന് ജനിച്ച കുട്ടികൾക്ക് സ്വർണം കൊടുക്കുന്ന ഒരു സംവിധാനം മറ്റു സമുദായത്തിലൊക്കെ കാണുന്നുണ്ട്.
വാസ്തവത്തിൽ ബുദ്ധിവികാസത്തിന് വളരെ സാധിക്കും. വയമ്പ് കൊടുക്കുന്ന സംവിധാനം കാണുന്നുണ്ട്, തേൻ കൊടുക്കുന്ന സംവിധാനം കാണുന്നുണ്ട്. ഇത് കുട്ടികൾ കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ബ്രഹ്മിയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ബുദ്ധി വികസിക്കാനും പറ്റുന്നതാണ്. ബുദ്ധി ഉണ്ടാവാനും പഠിക്കണമെങ്കിൽ നല്ല ബുദ്ധി വേണം. ബുദ്ധി എന്ന് പറഞ്ഞാൽ തന്നെ ചില ആളുകൾ പറഞ്ഞിരിക്കുന്നത് എബിലിറ്റി ടു ലേൺ എന്നാണ്, പഠിക്കാനുള്ള കഴിവ് എന്നാണ്. ബുദ്ധിക്ക് മറ്റു ചില നിർവചിച്ചിരിക്കുന്നത് എബിലിറ്റി ടു സോൾവ് പ്രോബ്ലംസ് എന്നാണ്, പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കുട്ടി ബുദ്ധിയുള്ള കുട്ടിയാവണം എന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാവ് എന്ത് ചെയ്യണം? കുട്ടിയെ ബുദ്ധിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതൊക്കെ എങ്ങനെ പഠിക്കാൻ പറ്റും എന്ന് നിങ്ങൾ അതിനോട് ചോദിച്ചാൽ, ഒന്ന് വായന തന്നെ. ഇഫക്റ്റീവ് പാരന്റിങ് എങ്ങനെ നമുക്ക് നല്ല രക്ഷിതാവാം, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ രക്ഷിതാവാം, എങ്ങനെയൊക്കെ പഠിക്കാൻ കഴിയും? ഒന്ന് വായന. പിന്നെ നല്ല രക്ഷിതാവാൻ ഒരുപാട് ക്ലാസ്സുകൾ പല സ്ഥലത്ത് നടക്കുന്നുണ്ട്. അതിനൊക്കെ ഉപരിയായിട്ട് ഹിദായ പോലുള്ള സ്ഥാപനങ്ങൾ എങ്ങനെ നല്ല രക്ഷിതാവാകാമെന്ന ക്ലാസ്സുകൾ നിരന്തരമായി സംഘടിപ്പിക്കണം. ശില്പശാലകൾ, വർക്ക്ഷോപ്പുകൾ, പ്രാക്ടിക്കലോട് കൂടിയത് സംഘടിപ്പിക്കണം. അതിൽ നിന്ന് പങ്കെടുക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമായി നാം കാണുകയും വേണം. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ പറഞ്ഞതിൽ നിന്ന് എല്ലാ നല്ല രക്ഷിതാവാകുന്നതിനുള്ള മുഴുവൻ പഠിച്ചു കഴിഞ്ഞു എന്ന ധാരണ നിങ്ങൾക്കുണ്ടാവില്ല. ഒരുപാട് പഠിക്കാനുള്ള വലിയൊരു മേഖലയിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ തിരിച്ചുവിടുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഏതാനും ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തു. കൂടുതൽ പഠിക്കാൻ വേണ്ടി കുറെ പുസ്തകങ്ങൾ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ വാങ്ങി വായിക്കണം. ഇനി അത് വായിക്കണമെങ്കിൽ അത് എന്ത് വേണം? അങ്ങനെ പുസ്തകങ്ങളുണ്ട് എന്ന് അറിഞ്ഞത് കൊണ്ടൊന്നും നിങ്ങൾ പുസ്തകം വാങ്ങില്ല. ഞാൻ ആദ്യം പറഞ്ഞ മാതിരി അങ്ങനെ പുസ്തകമുണ്ട് എന്ന് ചിലർക്ക് അറിവില്ലാത്ത ഘട്ടത്തിൽ നിന്ന് അറിവ് ഞാൻ നിങ്ങൾക്ക് തോന്നും. നിങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വാങ്ങുക എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കണം. വാങ്ങുക എന്ന കർമ്മം നിങ്ങൾ നടത്തിയെങ്കിലേ പുസ്തകം നിങ്ങൾ വാങ്ങുള്ളൂ. വാങ്ങിക്കഴിഞ്ഞാലോ വായിക്കണമെങ്കിൽ രണ്ടാമത് വേറെ തീരുമാനം എടുക്കണം. വാങ്ങിയത് കൊണ്ട് വായനയാവില്ല. വായിക്കാൻ ഒരു തീരുമാനം. അങ്ങനെ വായിച്ചതിന് അതുകൊണ്ട് മാത്രം കാര്യം നടക്കില്ല. അത് നടപ്പിലാക്കാൻ തീരുമാനം വേറെ എടുക്കണം. അപ്പം പുസ്തകം വാങ്ങാൻ തീരുമാനിക്കണം, അത് വായിക്കാൻ തീരുമാനിക്കണം, വായിച്ച് നടപ്പിലാക്കാൻ തീരുമാനിക്കണം. ഇങ്ങനെ നടക്കുമ്പോഴാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ചുരുക്കത്തിൽ അറിവിനെ കുറിച്ചുള്ള ഒരു തത്വം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അറിയുന്നതൊരു തുള്ളിയാണ്, അറിയാത്തതൊരു സമുദ്രമാണ്. നോൺ ഈസ് എ ഡ്രോപ്പ്, അൺനോൺ ഈസ് എൻ ഓഷ്യൻ. പ്രവാചകരോട് പോലും ഇൽമിന്റെ കാര്യത്തിൽ പറഞ്ഞത് എന്താ നിങ്ങൾക്കറിയാമല്ലോ. അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹ. ഞാന് വിജ്ഞാനത്തിന്റെ പൂന്തോട്ടമാണ്, അലിയൻ കറമല്ലാഹു വജ്ഹു എന്നവർ അതിലേക്കുള്ള കവാടമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രവാചകരോട് അല്ലാഹു തആല പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചത് എന്താണ്? ഖുർ റബ്ബി സിദ്നി ഇൽമാ, പടച്ച റബ്ബേ എന്റെ വിജ്ഞാനം വർദ്ധിപ്പിച്ചുതാ എന്ന് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞതെങ്കിൽ, നമ്മൾക്കൊക്കെ വിജ്ഞാനം ഒരുപാട് വർദ്ധിപ്പിക്കാനുണ്ട്. എല്ലാ മേഖലയിലും രക്ഷിതാക്കൾ എന്ന നിലക്ക് നല്ല രക്ഷിതാകാവുന്ന വിജ്ഞാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നിങ്ങളൊക്കെ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പ്രസംഗം ഇതുവരെ ശ്രദ്ധിച്ചു നിന്ന നിങ്ങളെല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഇരുലോകത്ത് വിജയിപ്പിക്കട്ടെ. ഈ ലോകത്തും പരലോകത്തും വരിക്കുന്ന മക്കളെ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി